നമസ്കാരം. ആർട്സ് കോളേജിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി രുചിയുടെ ലോകങ്ങൾ എന്ന വിഷയത്തെ പറ്റിയാണ് ഇവിടെ ഇൻട്രാക്ഷൻ നടക്കാൻ പോകുന്നത്. ആദ്യമായി ഈ ഇൻട്രാക്ഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് 3 കേരളത്തിലെ ശ്രദ്ധേയമായ വ്ളോഗേഴ്സാണ്. അതിൽ ഒരാൾക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സംഗീത, അതുപോലെ തന്നെ റിനു അബ്ദുൾ റൌഫ് എന്നീ 2 വ്ളോഗേഴ്സാണ്. ഇവരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരാൾ എത്തിച്ചേരുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഈ വ്ളോഗിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമൊന്നും കാര്യമൊന്നുമില്ല. കുറച്ച് കോൺഫിഡൻസും പൊട്ടൻഷ്യലും ഒക്കെ വേണം. അപ്പോൾ ഫുഡ് വ്ളോഗിങ്ങിലേക്ക് വരുന്നതിന് ഫുഡ് വ്ളോഗിംഗ് എന്ന് പറയുന്നത് തന്നെ അത് കുറച്ച് എന്താ പറയുക, നമുക്ക് കുറച്ച് പാഷനും ഇൻട്രസ്റ്റും ഒക്കെ വേണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഫുഡ് വ്ളോഗിങ്ങിലേക്ക് വരാൻ തീരുമാനിച്ചത്? അതുപോലെ തന്നെ ഫുഡ് വ്ളോഗിങ്ങിൻ്റെ ലോകത്തേക്ക് എത്തിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? നമുക്ക് ചോദിച്ചു നോക്കാം. നമസ്കാരം. ആക്ച്വലി ഞാൻ ഫുഡ് വ്ളോഗായിട്ട് തുടങ്ങിയതല്ല, സാഹചര്യം കൊണ്ട് ഞാൻ ഫുഡ് വ്ളോഗിലേക്ക് എത്തിപ്പെട്ടതാണ്. കാരണം ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം, ആ ഒരു പ്രേമം ഞാൻ നേരെ പിന്നെ ഫുഡ് വ്ളോഗിലേക്ക് എത്തിയതാണ്. നോർമലി ഞാനൊരു 3 വർഷം മുന്നേ വരെ വല്ലാണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ കോഴിക്കോടിലേക്ക് ഞാൻ വല്ലാണ്ട് ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ ഫുഡിൻ്റെ കലവറ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ശേഷം പിന്നെ ഫുഡിനോട് പ്രേമിച്ചു തുടങ്ങി. പിന്നെ ഫുഡിനോട് ഇഷ്ടം വന്ന്, പിന്നെ വ്ളോഗറായത് വേറൊരു ടൈപ്പിലൂടെ ആണെങ്കിലും ഫുഡിനോടുള്ള ഇഷ്ടം വന്നത് എനിക്ക് അങ്ങനെയാണ്. പിന്നെ വ്ളോഗറായത് നോർമലി ഒരു സാഹചര്യം കൊണ്ട് വ്ളോഗറായതിൻ്റെ ശേഷം ഞാൻ ഫുഡിലേക്ക് തിരിഞ്ഞു, അതിനുള്ള ഇഷ്ടം കൊണ്ട്. അങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹായ്, ഞാൻ സംഗീത. ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ എന്നെ ആമി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ. സോ ഞാൻ ഇതിലോട്ട് വരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഞാൻ ജോലി, അതായത് കോളേജ് കഴിഞ്ഞ് നേരെ തന്നെ ജോലിക്ക് കയറി. ജോലി കഴിഞ്ഞതിന് ശേഷം ഒരു 6 മണിയാകുമ്പോഴത്തേനും ജോലി കഴിയും. പിന്നെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. എൻ്റെ നാട് ശരിക്കും വയനാടാണ്. അപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. സോ വൈകുന്നേരം പിന്നെയുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നടന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡിനൊരു പഞ്ഞമില്ല, എവിടെ തിരിഞ്ഞാലും ഫുഡാണ്. സോ ഇങ്ങനെ നടന്ന് കഴിച്ച് പിന്നെ നല്ല വെയിറ്റൊക്കെ കൂടാൻ തുടങ്ങി. അപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടു. ഞാൻ തോന്നുന്നു ഫസ്റ്റ് ഞാൻ മഡ്ക കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയുടെ വീഡിയോ ആണ് ഇടുന്നത്. ഒരു 100K ഇട്ടു. ഞാൻ ഫേസ് പോലും കാണിച്ചിട്ടില്ല. 100K ഇട്ടപ്പോൾ ആവശ്യമില്ലാതെ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, വെറുതെ ബൂസ്റ്റ് ചെയ്ത് മോട്ടറാക്കി വിടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മോട്ടറാക്കി വിട്ടു. അങ്ങനെ ഞാൻ പിന്നെയും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അതങ്ങനെ റീച്ച് ആവാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഫുഡ് മേഖലയിലോട്ട് എത്തുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫുഡിൽ മാത്രം ഒതുങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എല്ലാം ചെയ്യുന്നുണ്ട്. കോഴിക്കോട് എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ആമി ചേച്ചിൻ്റെ വ്ളോഗ്സ് കാണുന്ന സമയത്ത് ഗീവ് ആണ് പ്രധാനമായിട്ടും. അപ്പോൾ ഞാനും ഒരു ഫോളോവറാണ് ഗീവയുടെ. എവിടെയെങ്കിലും കാലിക്കറ്റ് ബീച്ചിൽ വെച്ച് കിട്ടിയാലോ എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിശക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തെയാണ് ആഹാരം എന്ന് പറയുന്നത്. അതിനുപരി നമുക്ക് ഭക്ഷണത്തെ ഒരു വാചകം നൽകാമെങ്കിൽ അതെന്തായിരിക്കും? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫുഡ് ഈസ് എ ലവ് ലാംഗ്വേജ്. അതായത് ചില ആൾക്കാരുണ്ട് ടെൻഷൻ വന്ന ഒരുപാട് ഫുഡ് കഴിക്കും. എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പറഞ്ഞ പോലെ റൌഫ് തന്നെയാണ് പേര്. ആള് ടെൻഷൻ വന്നാൽ, ജോലി ഓവറായിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നേരെ ഇറങ്ങിപ്പോവും, ഫുഡ് കഴിക്കും. ക്യാഷ് ഒന്നും നോക്കില്ല, ഫുഡ് കഴിച്ചിട്ട് ഇവന് വയറ് നിറച്ചിട്ട് അവൻ അങ്ങനെ കിടന്നുറങ്ങും. അങ്ങനെയാണ്. അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം വന്നാൽ ഞാൻ ഫുഡ് കഴിക്കും, ഡെസേർട്ടൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ, ഒന്ന് ഞാൻ അഗ്രസീവാണ്, അതായത് ഈ കടിക്കുക പിച്ചുള്ള പരിപാടിയൊക്കെ. മറ്റൊന്ന് ആൾക്കാരായിട്ട് ഫുഡ് ഷെയർ ചെയ്യുക, ചായ കുടിക്കാൻ പോവുക. കുറേ ചായ സ്പോട്ടുകളുണ്ടല്ലോ, ചായ കുടിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോയിരിക്കുക. ഒരുപാട് സമയം ഒരു 10 രൂപയുടെ ചായ വെച്ചിട്ട് അരമണിക്കൂറിൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞില്ല. ആ ചേട്ടൻ ഇങ്ങനെ നോക്കും, പോകുന്നില്ലേ, അങ്ങനെ നോക്കുമ്പോൾ എഴുന്നേറ്റ് പോവുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫുഡിൻ്റെ ഒരു ഇത് പറയുന്നത്. ലവ് ലാംഗ്വേജ് ആണ് എൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ സ്നേഹം, ഏറ്റവും കൂടുതൽ ഫുഡിൽ നമുക്ക് സ്നേഹം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഈ തടി വെച്ചതും. നോർമലി ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ആദ്യം നന്നായി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഓൻ്റെ ചിലവല്ലേ, വീണ്ടും കഴിക്കാം, കാരണം കിട്ടുന്ന ചിലവല്ലേ, അവിടെയും പിടിച്ചു പറിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. റിനുവിന്
പറഞ്ഞോട്ടെ, റിനുവിന് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കോവൂര് ഫുഡ് സ്ട്രീറ്റ് ഉണ്ടല്ലോ, അവിടെ സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അവിടെ പോകുന്ന സമയത്ത് എനിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാനിങ്ങനെ കൗണ്ടറിലോട്ട് നോക്കും, ശരി എന്നാ ഫുഡ് കഴിക്കാൻ പോവാ, ഇതാണ് ഇപ്പം എൻ്റെ പരിപാടി. അപ്പോൾ റിനിക്കനെ എല്ലാവർക്കും അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളക്കാരിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രാങ്ക് കോളാണ്. അപ്പോൾ ആ പ്രാങ്ക് കോൾ ഇന്ന് വീട്ടിലിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ എന്തെങ്കിലും പാർട്ട്ണറിനോട് പറയാനോ അല്ലെങ്കിൽ അതിനൊരു മൂമെൻറ്റ് ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് ഷെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. ഏകദേശം ഒരു വർഷത്തോളം അടുത്തായി കല്യാണം കഴിഞ്ഞിട്ട്. അത് വെറുതെ ബീച്ചിലിരിക്കുക. ഞാൻ ഗൾഫിൽ നിന്ന് സൗദിയിൽ ലീവിന് വന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വായ്നോട്ടം, അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ബീച്ചിൽ പോയത്. അങ്ങനെ യൂട്യൂബർമാർ വന്നിട്ട് എന്നോട് ചോദിച്ച് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടിനെ പ്രാങ്ക് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ചെക്കന്മാരല്ലേ, എന്ത് കിട്ടിയാലും ആയിക്കോട്ടെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കോൾ ചെയ്തപ്പോൾ അവൾ തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഫാൻറ്റസി വേൾഡ്. പിന്നെന്താ പറയുക, അവിടെ നിന്നാണ് എൻ്റെ ലൈഫിൽ ചേഞ്ച് മൊത്തം. ഗൾഫിലേക്ക് പിന്നെ തിരിച്ചു പോയില്ല. അങ്ങനെ നാട്ടുകാർ എവിടെ പോകുമ്പോഴും നിങ്ങളെ കല്യാണം കഴിഞ്ഞാൽ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ നിനക്ക് വ്ളോഗ് തുടങ്ങിക്കൂടെ ചോദിച്ചു. അങ്ങനെ തുടങ്ങി നോക്കിയതാ, അതങ്ങോട്ട് കയറിക്കൊണ്ട് പിന്നെ ഞാൻ പണിക്ക് ഗൾഫിലേക്ക് പോയില്ല. ആ പാസ്പോർട്ടോടെ എടുത്ത് വെച്ച് ഇപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആണ്, 5 മാസമായി. അതെ, താങ്ക് യു. അത് ഒരു കൺഗ്രാറ്റ്സും കൂടെ നമുക്ക് കൊടുക്കാട്ടെ എന്തായാലും. അപ്പോൾ നമ്മൾ ഫുഡ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത് ചിലർക്കത് പാഷനാണ്. ഇപ്പോൾ അത് കുറേ പ്രൊഫഷനാക്കി മാറ്റുന്നവരുണ്ട്. അപ്പോൾ പാഷനിൽ നിന്ന് പ്രൊഫഷനാക്കി മാറ്റുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, വെല്ലുവിളികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനത്തെ നിങ്ങളുടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തായിരുന്നു? അതിൻ്റെ വെല്ലുവിളി ഒന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ ടീം പ്രൊമോഷൻ വർക്കിന് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഫുഡ് നമ്മൾ മുന്നിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേ പ്രൊമോഷൻ വർക്കിന് നോർമലി നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ എല്ലാം അടിപൊളിയാണെന്ന് പറയുമ്പോൾ നമുക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നോർമലി എൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയും, പറ്റാത്തത് പറ്റില്ല എന്ന് തന്നെ പറയും. അത് ഹോട്ടലുകാരോടും പറയും, ഇതെനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല, കാരണം കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു മറ്റന്നാളെ ഓൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നാണ്, ഇത് ബോറ് ഫുഡാണ്, ഓൻ പറ്റിച്ച്. ഒരിക്കലും നമ്മളൊരാളെ പറ്റിച്ചെന്ന് പറയും. ഇൻഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, നമ്മളത് കണ്ടിട്ടാണ് ഒരു കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട ഏർപ്പാടാണ്. ഇതാണ് അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഇപ്പോൾ നോർമലി ഒരു ഫുഡ് ഉണ്ടെന്ന് വെച്ച് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ ഫുഡ് കൊള്ളൂല, ബിരിയാണി ഓക്കെയാണ്, അൽഫാം പോരാന്ന് പറയുകയാണെങ്കിൽ ഹോട്ടലുകാർ പറയും ഞങ്ങൾ കാശ് തന്നിട്ടല്ലേ, ഞങ്ങൾ പറഞ്ഞ പോലെ പറയണമെന്ന് പറയും. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരിടുന്ന ഒരു വെല്ലുവിളി. കാരണം നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിനോടാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും സത്യം മാത്രം പറഞ്ഞ് ജീവിക്കുക, അത് ഭക്ഷണത്തിനോടാണെങ്കിൽ കിട്ടുന്ന കാശിനാണെങ്കിലും. ഇതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് ഞാൻ ഫുഡ് ബ്ലോഗിൽ കണ്ടിട്ടുള്ളത്. പിന്നെ അതന്നെ, വേറെ ഒന്നും എനിക്ക് മനസ്സിലായി. റിനു പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. പല സാഹചര്യങ്ങളും നമ്മളങ്ങനെ പറയേണ്ടി വരുമെന്നൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ വേണ്ട പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇതിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഒരു വീഡിയോ കണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത് കൊള്ളാം എന്നാലേ നമ്മളോടൊരു ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ വെറുതെ ക്യാഷിന് വേണ്ടി എന്തും പറയാം എന്നുള്ളതല്ല, നമ്മളവിടെ ഒരു ട്രസ്റ്റ് കൂടിയാണ് ബിൽഡ് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു പ്രൊമോഷൻ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരറിയാതെ പോയി കഴിച്ചു നോക്കി എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറയുള്ളൂ. അതല്ലെങ്കിൽ റിനുവിനെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ഞങ്ങളൊരു 3 ഗ്യാങ് ആണ്. ആഷിക്കിനെ വിളിച്ച് നോക്കും, അല്ലെങ്കിൽ കോഴിക്കോട്ട് അശ്വലേട്ടൻ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവിടെ നന്നായിട്ട് ഫുഡ് കഴിച്ച് നടക്കുന്ന ആൾക്കാരോട് അഭിപ്രായം ചോദിക്കും, അത് ഓക്കെ ആണോ, നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് വരുമോ, അതോ ശരിയായിരിക്കും നമ്മൾ ചോദിച്ചതിന് ശേഷമായിരിക്കും പോയി പ്രൊമോഷൻ എടുക്കുക. എന്നാൽ പോലും അതിലും ചില ഫുഡ് ഇവർ കൊണ്ടുവന്നിങ്ങനെ നിരത്തി വെക്കുമ്പോൾ അതിൽ ചില ഫുഡ് ഓക്കെ ആയിരിക്കില്ല. നമുക്ക് കഴിച്ചിട്ട് ചിലപ്പോൾ ടേസ്റ്റിൻ്റെ വ്യത്യാസം, ഇപ്പോൾ എനിക്കിഷ്ടപ്പെടുന്നത് തനിക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ കുറച്ചും കൂടെ എനിക്ക് വെജ് ഫുഡിനോടാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ തനിക്ക് അങ്ങനെ ആവണമെന്നില്ല. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഫുഡ് കൊണ്ടു നോക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് മാറ്റി വെക്കും, ഞാൻ ആ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയില്ല. ചിലപ്പോൾ അവരോട് പറയാം അത് ഞാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ലാഗാണ്, ലെങ്ത്ത് കൂടുതലാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിടും. ഇതാണ് ഈ ഒരു മേഖലയിൽ ഞാൻ ഇതാക്കിയിട്ടുള്ളൊരു എന്താ പറയുക പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ളത്. റിനു പറഞ്ഞതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ അവർ കൊടുക്കുന്നതിലൂടെയാണ് ആളുകൾ അത് കാണുന്നതും എത്തിപ്പെടുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇനിയും ഉണ്ടാവട്ടെ നമുക്കിടയിൽ നിന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വ്ളോഗിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അബദ്ധങ്ങൾ ഉണ്ടാവാം, അതൊന്ന് ഷെയർ ചെയ്യുമോ?
ഇവളീ മൈക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. കാരണം ഷൂട്ടിന് പോകുമ്പോൾ നമ്മളെ ക്യാമറമാർ ചിലപ്പം പുറത്തുനിന്നുള്ളവരായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരേ സ്ഥലത്ത് എനിക്കും ഇവൾക്കും ബാക്കിയുള്ള വ്ളോഗേഴ്സിന് ഷൂട്ട് ഉണ്ടെങ്കിൽ ഇവളത് ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുക്കും, അവളത് എനിക്ക് ഷൂട്ട് ചെയ്ത് തരും. അപ്പോൾ എനിക്ക് ഈ നോർമലി ഒരു വ്ളോഗേഴ്സിന് വേണ്ടാത്തൊരു സാധനമുണ്ട്, ഉളുപ്പ്. ഐ മീൻ അങ്ങനെയല്ല, ഞാൻ എൻ്റെ നോർമലി എൻ്റെ കോഴിക്കോട് ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞാണ് ഉളുപ്പ്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാണം വരുമ്പോൾ ഓടാ ഒരു നോക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല. നേരെ മറിച്ച് ആ ഉളുപ്പാണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും നമുക്ക് വീഡിയോ എടുക്കാം. എത്ര ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ആശാന് ഈ ഒരു നാണമുള്ളൊരു സമയം ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ. ആശാൻ എന്താ പറയുക, ഒരു വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ഡയലോഗ് 100 ടേക്ക്, ഈ സെയിം സാധനം ഇങ്ങനെ കണ്ടിന്യൂ. സ്റ്റാർട്ടിങ്ങിൽ ഒരുമിച്ചാണ് ഇത് തുടങ്ങുന്നത്. ഒരേ കണ്ടിന്യൂ ചെയ്ത് 100 ടേക്ക് പോകും. ചില നേരം ഇളകും, എന്നിട്ട് അങ്ങനെ ചിരിച്ചെടുക്കും, ഹലോ ഹായ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവിടെ ചടപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് ഡൗൺ ആവും. കൂടുതലൊരു ബൂസ്റ്റ് ചെയ്താലേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ പേഴ്സണലി ആണെങ്കിൽ കുറേ പറയാനുണ്ട്. അതിപ്പോൾ ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നാളെ പെരുന്നാൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അതുകൊണ്ട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ പറയും ഓ കിടന്നും മെഴുക എന്നൊക്കെ പറയും ചിലപ്പോൾ ഷൂട്ടിൻ്റെ സമയത്ത്. കാരണം അങ്ങനെയായിരിക്കും. പിന്നെ ഇവർ കൂടിയതിന് ശേഷം എനിക്ക് ഉണ്ടായ പ്രത്യേക ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ തൊലിക്കെട്ടി മാരകാണ്. എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഇടയ്ക്ക് കാണാം, തൊലി തരുമോ ചെരുപ്പ് ഉണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൂളായിട്ട്. പക്ഷേ ഞാനങ്ങനെ എനിക്കങ്ങനത്തെ ഈ പണ്ട് മുതലേ ചെറുതായിട്ട് വലിയ ഉൾപ്പമാനൊന്നും ഇല്ല. ഇവരുടെ കൂടെ ഉള്ളതും പോയി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ സോറി. എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് ഷൂട്ട് പ്യൂമേൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു ബ്രാൻഡിൻ്റെ ചപ്പൽസിൻ്റെ ഷൂട്ടാണ്. ഞാൻ ഹൈലൈൻ മാളിന് മുന്നിൽ നിന്നാണ് ഷൂട്ട് എടുക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. 42 ഷൂട്ട് റീടേക്ക് പോയത്. അതായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ രസകരമായ. അതായത് ആൾക്കാർ ചിലർ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും ഞാൻ സെയിം ഡയലോഗ് കൊണ്ട് അവിടെ നിൽക്കുക. എൻ്റെ ഫസ്റ്റത്തെ പ്രമോഷൻ വർക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും അത് ഓർത്ത് വെക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ എത്ര ബെറ്റർ ആയെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നു. ഞാനിപ്പോൾ എറണാകുളത്ത് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, 3 മാസം ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഒരു വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്, കോണ്ടൻറ്റൊക്കെ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 4 മിനിറ്റ്സിൽ എൻ്റെ ഒരു വീഡിയോ എടുത്ത് തീരും. ഞാൻ അത്രയും എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ കോഴിക്കോട് ഒരു ഹിഡൻ ജെം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സ്ഥലം ഏതാ? എന്നാൽ അധികം ആൾക്കാർക്ക് അറിയാത്ത, എന്നാൽ നിങ്ങൾക്കൊരു ഹിഡൻ ജെം എന്ന് തോന്നുന്ന ഒരു സ്ഥലം? കോഴിക്കോട് ഹിഡൻ ജെമ്പ് ഞങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി. കാരണം വ്ളോഗേഴ്സ് അവിടെ ചെയ്തിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നേരെ പോയി വീഡിയോ ഇടും. നല്ലൊരു പീസ്ഫുൾ പ്ലേസ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു റീച്ച് ഇല്ലാത്തൊരു സമയത്ത് ഞങ്ങൾ പോയിട്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് ഇവിടെ വന്ന് ഇരിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയാണ്ട് ഒഴുകിയെത്തുമ്പോൾ ആ പീസ്ഫുൾ അങ്ങനെ നഷ്ടപ്പെടും. ഒരു ഹിഡൻ പ്ലേസ് എന്ന് പറയുമ്പോൾ കോഴിക്കോടില്ല, എല്ലാം നല്ല അടിപൊളി പ്ലേസ് തന്നെയാണ്. പിന്നെ ഹിഡൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും, ഈ തട്ടുകടകളൊക്കെ. അല്ലാണ്ട് എനിക്ക് പീസ്ഫുൾ ആയിട്ടുള്ള വേറെ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. ഇവിടെ എല്ലാം ഞാൻ മനസ്സിലാക്കിയത്. കോഴിക്കോടൊക്കെ ഓപ്പൺ അല്ലേ, നൈറ്റ് ലൈഫൊക്കെ ഏറ്റവും കൂടുതൽ കോഴിക്കോടല്ലേ. അത് ഫുഡിനാണെങ്കിലും അതിനെക്കൊണ്ടൊരു ഹിഡൻ എനിക്ക് പറയാൻ പറ്റണില്ല പെട്ടെന്ന്. ഇനി ചിലപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഈ ചോദ്യത്തിന് ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടായിരുന്നു ചിലപ്പോൾ പിന്നീടേക്ക് വരും. പക്ഷെ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല ആലോചിച്ചിട്ടും. ഒരുവിധം എല്ലാ സ്ഥലത്തും ഞാൻ കറങ്ങുന്ന. ഹിഡൻ എന്ന് ചോദിച്ച സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടൊരു ഇത് പറയാം. ചോക്കോലിക്കിൽ പോയിട്ടുണ്ടോ? മലപ്പറമ്പുള്ള അതായത് ചോക്ലേറ്റ്സിൻ്റെ കുറേ വെറൈറ്റീസ് കിട്ടുന്നൊരു സ്പോട്ടാണ്. ഞാൻ ഫസ്റ്റായിട്ടാണ് വേറൊരു സംഭവം പറയാം. എൻ്റെ നാട്ടിൽ ബർഗർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ബണ്ണിൻ്റെ ഇടയിൽ ചിക്കൻ കട്ട്ലേറ്റ് വെച്ചിട്ട് 2 തക്കാളി വെച്ചതായിരിക്കും ബർഗർ എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫുഡ് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. സോ ഞാൻ ആദ്യമായിട്ടാണ് ചോക്കോലിക്കിൽ പോകുന്നത്. അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടെ ഒരു അടിപൊളി ആളും കൂടി ഉണ്ടെങ്കിൽ സമയം പോണതേ അറിയില്ല. ഭയങ്കര റൊമാൻറ്റിക് ആംബിയൻസ് ആണ് കേട്ടോ. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. ചിലപ്പോൾ ഇന്ന് അവിടെ ഫുള്ളായിരിക്കും. അത്രയ്ക്ക് അടിപൊളി ആംബിയൻസ് ആണ്. നമ്മുടെ റോസ് പെറ്റൽസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഹിഡൻ എന്ന് പറയാൻ എനിക്കറിയില്ല, എല്ലാവരും ഒരുവിധം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഹിഡൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിക്കോട്ടെ, റീൽസൊക്കെ എടുക്കുകയാണെങ്കിലും മറ്റേതിനൊക്കെ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത്? മൈൻഡ് ആക്കൂല. സീരിയസ്ലി ആദ്യം നെഗറ്റീവ് കമൻറ്റ് വരികയാണെങ്കിൽ ഞാൻ ചിലപ്പം റിപ്ലൈ കൊടുത്ത് ഒരു 10 റിപ്ലൈ ഞാനും അവന് കച്ചറൊക്കെ ഉണ്ടാവും. പിന്നെ ഓനെ PM കയറിയിട്ട് മെസ്സേജ് അയക്കുമോ, എൻ്റെ PM കയറി മെസ്സേജ് അയക്കുമോ, അങ്ങോട്ടും കൂടി തെറിയഭിഷേകം ഉണ്ടാവും.
അത് സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ. ഇപ്പോൾ നോർമലി ഒരു വ്ളോഗർ എന്ന നിലയിൽ ഒരു 10,000 ഫോളോവേഴ്സ് ഉള്ള സമയത്ത് പിന്നെ ഇങ്ങനെ കൂടി 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 ഒരു 100K ആയപ്പോൾ കമൻറ്റ് നോക്കൂല. അടുത്ത് അപ്ലോഡ് ചെയ്യാണ്ട് അപ്ലോഡ് ചെയ്തിട്ട് പോകാൻ പറയും. കമൻറ്റ് മൈൻഡ് ആകില്ല, പറയുന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മളെ ഫോളോവേഴ്സ്. ആ ഫോളോവേഴ്സ് എന്തെങ്കിലും വീഡിയോ കണ്ടിരിക്കും. പിന്നെ നെഗറ്റീവ് പറയുന്നവരിപ്പോൾ ഒരു അമ്മനെ കൊന്നു കഴിഞ്ഞാൽ 2 വർഷം എന്നാണ് ഏതൊരു സ്ഥലത്തും. അപ്പോൾ അതുപോലെയാണ് ഇത് നെവർ മൈൻഡ്. പിന്നെ തെറി പറയുമ്പോഴും നമ്മൾ വീട്ടുകാരൊക്കെ പറ്റി തെറിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കും. അപ്പോൾ അങ്ങനെ മൈൻഡ് ചെയ്യാൻ മതി. പ്രതികരിക്കാൻ പോകുമ്പോഴേ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈ അടിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്കിതിൽ 3 ഫേസാണ്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഞാനിരുന്ന് കരയുമായിരുന്നു, നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടിട്ട് ഒരുപാട് സമയം ഇരുന്ന് കരയായിരുന്നു. രണ്ടാമത്തെ എൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ഇവരുമായിട്ട് കമ്പനി ആയതിനു ശേഷം നമ്മളൊരു ഗ്രൂപ്പായല്ലോ, ഞാൻ ഇവരെ വിളിച്ച് പറയുവേടാ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് വന്ന് ഇത് ഞാൻ എന്താ ചെയ്യുക, ഡിലീറ്റ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കരയും. പിന്നെ കരയും, പക്ഷെ അഭിപ്രായം ചോദിക്കുക എന്നുള്ളൊരു സാധനം കൂടെ വന്ന്. ഇപ്പോഴത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വായിച്ചു വിടും, കുഴപ്പമില്ല, നല്ല കമൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളേണ്ടതാണ് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. ഞാൻ കമൻറ്റിൽ ചിലപ്പോൾ പിൻ ചെയ്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എയറിൽ കയറാറുണ്ട്. നിങ്ങൾ അറിയാറുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എയറിൽ കയറാറുണ്ട്. ഒരാവശ്യമില്ലാണ്ട് മാസത്തിൽ 2-3 വട്ടം കയറുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ കമൻറ്റ്സ് ഞാൻ പിൻ ചെയ്ത് വെക്കും. നിങ്ങൾക്ക് അഭിപ്രായം പറയാം, എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഉൾക്കൊള്ളും. വേറൊരു ഇതെന്ന് പറയുന്നത്, എനിക്ക് ടു ബി ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. എനിക്കിങ്ങനെ ഭയങ്കര ദേഷ്യം വരും, അതായത് എനിക്ക് ഭയങ്കര സങ്കടം വന്ന് ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷെ പണ്ട് കുറച്ചും കൂടെ ചോരത്തിളപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാലും തിരിച്ച് എൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മറ്റേ പണ്ട് ബസ്സിലൊക്കെ തല്ലൊക്കെ ഉണ്ടാക്കിയ സീനുണ്ട്. നമ്പർ ചോദിച്ചു പറഞ്ഞിട്ട് നീ ആരടാ ബസ്സിന്ന് എന്നൊക്കെ പണ്ട് തല്ലൊക്കെ ഉണ്ടാക്കിയ സീനുണ്ട്. അത്രയ്ക്കും ഭയങ്കരമായിട്ട് റിപ്ലൈ കൊടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നത് ചെറിയ മക്കളെ വരെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സോ ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ പോയിട്ട് ഞാൻ തെറി പറയും. എത്രയേ ഉള്ളൂ, എപ്പോഴും ഒന്നുമില്ല. അതായത് എൻ്റെ പ്രഷർ ഹൈ ആണെങ്കിൽ, എനിക്ക് ഭയങ്കര പ്രഷറുള്ള ഒരാളാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമ്മ ചേച്ചിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച സമയത്ത് ചേച്ചി പറഞ്ഞു ഫുഡ് ബ്ലോഗിങ്ങിന് ശേഷം മറ്റ് ബ്ലോഗിങ്ങിലേക്കൊക്കെ കടന്നതെന്ന്. അപ്പോൾ എന്താണ് മറ്റ് ഫുഡ് ബ്ലോഗിങ്ങിൽ മാത്രമല്ല മറ്റ് ബ്ലോഗിങ്ങിലേക്ക് കടക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചത്? വളരെ ഹോണസ്റ്റ് ആയിട്ട് പറയട്ടെ, ഞാൻ ജോലി ചെയ്തിരുന്നത് ഫസ്റ്റ് സാലറി 8,000 rupees ആയിരുന്നു. ഇപ്പോൾ മന്ത്ലി ഏറ്റവും കുറഞ്ഞത് ഏകദേശം 1 lakhിൻ്റെ മേലെ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ. സ്വന്തമായിട്ടൊരു ട്രാവലിംഗ് കമ്പനി കാര്യങ്ങളുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. സോ മെയിനായിട്ട് ഇൻകം തന്നെയാണ് ഫുഡ് വ്ളോഗിംഗ് എന്ന് പറയുമ്പോൾ. പിന്നെയെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ മേഖലയിലോട്ട് കടന്നു വരുന്നുണ്ട്. ഒരു കമൻറ്റ് കേട്ടിരുന്നു, ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്നപ്പോൾ, ഐഫോണുള്ള ആൾക്കാരൊക്കെ വ്ളോഗേഴ്സും കാണാൻ കുറച്ച് ഭംഗിയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ മോഡലാണെന്നൊരു കമൻറ്റ് ഞാൻ കേട്ടിരുന്നു. അതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണ്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ കുറേ പേര് പറഞ്ഞു കേട്ടു ഫുഡ് വ്ളോഗിങ് ഭയങ്കര സിമ്പിളാണെന്ന്. ഒരിക്കലും അല്ല. ചിലപ്പോൾ നമുക്ക് കഴുത്ത് വേദനിക്കും, കൈ വേദനിക്കും, ഫുഡ് കഴിച്ച് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. ഞാനിപ്പോൾ എനിക്ക് IAS എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് നമുക്ക് ബ്രെയിനിൽ ഫ്ലൂയിഡ് കൂടിയിട്ട് ഹൈ പ്രഷറാണ്. സോ ഞാനിപ്പോൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എന്നുണ്ടെങ്കിൽ വിഷൻ ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കും. അത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഹെൽത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായി മാറി. നമ്മൾ എന്തായിരുന്നു ചോദിച്ചത്? യെസ്, ഒബ്വിയസ്ലി ഇൻകം. നോർമലി ഇവള് പറഞ്ഞതിന് എനിക്ക് പറയാനുള്ളത്, ഏതൊരാളും ജോലി ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് വ്യത്യസ്തമായി ചെയ്യണം. ഈ റിയൽ എസ്റ്റേറ്റൊക്കെ ഈ ചെറിയ ചെക്കന്മാർ ചെയ്യാന്ന് വെച്ചാൽ വളരെ കുറവാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നോർമലി ഇവിടുത്തെ ബ്രോക്കേഴ്സൊക്കെ ചെയ്യുന്നത് എന്താ, കണക്ട് ചെയ്യുക ഫോണിൽ. അത് ഞാൻ ഡിജിറ്റലിലേക്ക് മാറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ സ്ഥലം വിൽക്കാൻ ഞാൻ പോയി വീഡിയോ ചെയ്യും, എന്നിട്ട് അവരുടെ നമ്പർ കൊടുക്കും. അങ്ങനെ ഞാനൊരു 6 month എനിക്ക് ₹1 വരുമാനമില്ല. സത്യം പറയുകയാണെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ റോൾ ചെയ്തിട്ടൊക്കെ ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കും. കാരണം എനിക്ക് ഉറപ്പാണ് അതിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇന്ത്യയിൽ സ്കില്ലും ഉണ്ട്. അപ്പോൾ ഞാൻ പിടിച്ചു നിൽക്കും എന്നുള്ളത്. അങ്ങനെ ഞാൻ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ളൊരു ചാനൽ തുടങ്ങി. അതിന് ശേഷം ഒരു യൂസ്ഡ് കാർസിൻ്റെ റിയൽ എസ്റ്റേറ്റ് ക്ലിക്കായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടെ വേറെ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേറെ ചാനൽ തുടങ്ങി. അതും ക്ലിക്കായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഗ്രോത്ത് ചെയ്ത് ഇപ്പോൾ എനിക്ക് 3 ചാനലുണ്ട്. ഇവള് പറഞ്ഞാൽ മന്ത്ലി എന്തായാലും ഒരു 3 or 4
അല്ലെങ്കിൽ പിടിച്ചെടുക്കാം. കാരണം തുറന്ന് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ ആർക്കും തുടങ്ങാം. അപ്പോൾ എനിക്കെന്നല്ല ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ തുടങ്ങാം. റിസ്ക് ഉണ്ടാവും. റിസ്ക് ഇല്ലാണ്ട് ഒരു ജോലിയില്ല. ഇപ്പോൾ നോർമലി യൂട്യൂബ് ആണെങ്കിൽ പോലും യൂട്യൂബിലെ ഇൻകം ഏകദേശം മന്ത്ലി എങ്ങനെയായാലും ഞാൻ മൈൻഡ് ചെയ്യാതെ തന്നെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഇട്ട് 25, 30, 40, 50 വരെ കിട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആർക്കും ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുമ്പോൾ മക്കളുടെ വീഡിയോ ഇടാം. നമ്മുടെ മക്കൾ നല്ല ഡാൻസ് കളിക്കുന്ന സ്കില്ലുള്ളവരുണ്ടാവും. ആ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഓരോ തരുന്ന ഗൈഡൻസൊക്കെ പാലിച്ച് കഴിഞ്ഞാൽ വൃത്തിക്ക് നമുക്ക് വെറുതെ വീട്ടിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാം. ഓപ്ഷൻ ബി, ജോലി ചെയ്യാം. നമുക്ക് എനിക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ഞാൻ നിന്നുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, ഇത് എപ്പോഴും നിൽക്കാം. ഈ വ്ളോഗിംഗ് എന്നുള്ള പരിപാടി ഈ സോഷ്യൽ മീഡിയ നിൽക്കുന്നതോട് കൂടി ഇത് ഡെഡായി. പക്ഷെ നമുക്ക് എപ്പോഴും ഓപ്ഷൻ ബി എന്നൊരു വേണം എന്നാണ് ഞാൻ അഭിപ്രായം. എല്ലാവർക്കും തുടങ്ങാം. ഞാൻ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് ആർക്കും ഒരാൾ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്നു കിടക്കുന്ന ഒന്നാണ്. ഈ ലോകം പോലെ തന്നെ ആർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റും റിസ്ക് എടുത്താൽ. ഈ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ പരിമിതികൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ഹോട്ടലിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവർ നെഗറ്റീവ്സ് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഉണ്ടാവരുത് എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് റിപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെല്ലുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അവർ ചെയ്യരുത്, അങ്ങനെ നെഗറ്റീവ് ഇടരുത് എന്നുള്ള ഒരു ഇതൊക്കെ വരുമായിരിക്കാം. നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാവുമായിരിക്കും. അപ്പം നിങ്ങൾ അതിനെങ്ങനെയാണ് നേരിടുന്നത്? പറയേണ്ടത് എവിടെയാണെങ്കിലും പറയണം. ഞാൻ നോർമലി അങ്ങനെ നെഗറ്റീവ്സ് വരുവാണെങ്കിൽ ഒരുവിധം ഒഴിവാക്കാറാണ് പതിവ്. എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരത് കടം മേടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കും. അതല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ സ്വന്തം ഉമ്മയുടെ പലരുടെയും സ്വർണം വെച്ച് തുടങ്ങി അങ്ങനെ അവർ അന്നമായിരിക്കും ചിലപ്പോൾ അത്. അപ്പോൾ ചിലപ്പോൾ നമ്മളങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു തിരുത്താനുള്ള ചാൻസ് കൂടെയാണ്. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല, പറയാറുണ്ട് അവരോട് നിങ്ങൾ മാറ്റിയാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചേട്ടാ ഇതിങ്ങനെ അതിൻ്റെ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ എന്ന് പറയാറുണ്ട്. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ സ്പ്രെഡ് ചെയ്യാറില്ല. അല്ലാത്ത കാര്യങ്ങൾ ഞാൻ സ്പ്രെഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ റീസെൻറ്റ് വീഡിയോ നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ പറയാം, നമ്മൾ ഊബർ ഇട്ടു. പുള്ളി അത് ബാംഗ്ലൂരിലെ സ്ഥിര കാഴ്ചയാണ്. പുള്ളി ഇവിടെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, ഇവിടെ ദുരന്തർ മൂവി കാണുന്നുണ്ട്, പുള്ളി ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഹെഡ്സെറ്റ് വെച്ച്. നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. പിന്നെ അവിടുത്തെ ഒരു റഷ് ടൈമിൽ ഈവനിങ് ഒക്കെയാണ് അവർ മെല്ലെ ഓടിച്ചു പോകാൻ. പിന്നെ അവർക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ മൊത്തം അവർക്കും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ എന്നുള്ളതാണ്. നമ്മുടെ ജീവൻ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത് എന്നുള്ള സാധനം. അങ്ങനത്തെ സാധനമൊക്കെ ഞാൻ എടുത്ത് പബ്ലിക് ആക്കാറുണ്ട്. അല്ലാത്ത കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് തീർക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നല്ല. ഇപ്പോൾ നോർമലി ഞാനോ ആഷിക്ക് ഇവർ അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് വേറെ സർക്കിളും ഫ്രണ്ട്സ് പോകുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ മുതലാളി ചിലപ്പോൾ ഏത് മൈൻഡിൽ നമ്മൾ നിൽക്കുകയെന്ന് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യന് ചിലപ്പോൾ പല മൂഡുണ്ടായിരിക്കും. ചിലപ്പോൾ സിറ്റുവേഷൻ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സിറ്റുവേഷൻ, പുറത്തുനിന്നുള്ളത്, അങ്ങനെ പല സിറ്റുവേഷനിൽ പോകുമ്പോൾ എനിക്ക് പ്രഷറായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവളോ അല്ലെങ്കിൽ ആഷിക്കോ ഇവിടെ ഇരിക്കും അയക്കാം നമുക്ക് അങ്ങനെ ചെയ്യട്ടോ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടും കളിച്ചിട്ടൊക്കെ ഉള്ള തോളിലൊക്കെ തട്ടിയിട്ട് അത് ഹാൻഡിൽ ചെയ്യും. നോർമലി ഇപ്പോൾ ഇവള് പറഞ്ഞു ഇവൾക്കും ചെല്ലുന്ന ഒരു പ്രഷറുണ്ട്. ഇവിടെ നല്ല പ്രഷർ അങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല, പെട്ടെന്ന് ഹീറ്റാവും. ആ സമയത്ത് തന്നെ ഞങ്ങളിന്ന് കയറി അറ്റൻഡ് ചെയ്യും. ഇവളെ ഫേസ് കണ്ടിട്ട് തന്നെ ഇപ്പം അത് നമ്മൾ സെറ്റാക്കും അങ്ങോട്ടാക്കും. ഞാനത് ചിലപ്പോൾ വീഡിയോയിൽ തന്നെ ഉണ്ടാവില്ല. ആ ഭക്ഷണം കഴിച്ചിട്ട് ഓളെ കൂടെ ഫുഡ് വ്ലോഗ് ചെയ്യുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നായിരിക്കും. അപ്പോൾ നൈസായിട്ട് പോലെ ചിരിച്ച് കളിച്ച് ഹാൻഡിൽ ചെയ്യും. ഇപ്പോൾ ലാസ്റ്റ് ഇവള് പറഞ്ഞ മാതിരി പറഞ്ഞേ പറ്റൂ എന്നുള്ളിടത്ത് മുഖം നോക്കിയിട്ട് നമ്മൾ പറയും. ചിലത് പിന്നെ ചിരിച്ചിട്ടിക്കുക ഞങ്ങൾ ഫുഡൊന്ന് ചേഞ്ച് ചെയ്താൽ നന്നായിരിക്കും, അതൊരു ചെറിയൊരു ചേഞ്ച് ചെയ്താൽ മതി. ചിലപ്പോൾ ചിരിച്ചിട്ട് പറയുമ്പോൾ ഓർക്കൊരു സന്തോഷമാണ്, ഇവർ നല്ലതാണ് പറഞ്ഞത്, അപ്പോൾ അത് ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളും, ഉൾക്കൊല്ലാത്തൊരു ഉൾക്കൊള്ളില്ല. പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, പറയാനുള്ളത് കാര്യങ്ങൾ പറയാം. അത് നൈസായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം, അത് ജോലിനെ ബാധിക്കില്ലെങ്കിൽ. കാരണം ഈ ഹോട്ടലുകാരുണ്ട് കമ്മ്യൂണിറ്റി. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയിട്ട് പറയുകയാണ് നിങ്ങൾ എന്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്നാൽ മതി പറഞ്ഞ ഡയലോഗ് അടിക്കേണ്ട. ഒരു നാളെ ഓല കമ്മ്യൂണിറ്റി പോയിട്ട് ഇവന്മാരൊക്കെ വ്ളോഗേഴ്സ് ഇങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് ബാധിക്കും. എപ്പോഴും നമുക്ക് ആ രീതിക്ക് ഡീൽ ചെയ്യും. ആമി ചേച്ചി, ഞാൻ ആമി ചേച്ചിനോടാണ്. ആസ് എ ഗേൾ പല ലിമിറ്റേഷൻസും ഇപ്പോൾ നമ്മളെ സൊസൈറ്റിയിലുണ്ട് വ്ളോഗിങ്ങിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത്. അപ്പോൾ ഫാമിലി ആയിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ചിലർ വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങിയാൽ ഫസ്റ്റ് നെഗറ്റീവ് പറയുക ഫ്രണ്ട്സൊക്കെ ആയിരിക്കും. എന്തിനാണ് ആ വീഡിയോ ഇടുന്നത്, ഒന്നും കൊള്ളൂല, നിന്നെ ഒന്നും പിടിക്കൂല എന്നൊക്കെ ഉള്ളൊരു ടൈപ്പായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനതിൽ വളരെ ബ്ലെസ്ഡാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ ഈവനിങ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവരാണ് എന്നെ മോട്ടറാക്കി വിട്ടത്. നീ ചെയ്ത അടിപൊളിയായിരിക്കും, നിൻ്റെ സൗണ്ട് ഭയങ്കര രസമാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഡബ്ബിംഗ് ഒക്കെ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് വോയിസ് ഓവർ അല്ലാതെ വോയിസ് ഓവേഴ്സ് കാര്യങ്ങൾ ആങ്കറിങ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ മോട്ടറാക്കിയിട്ടാണ് ഇതൊക്കെയത്. ഇപ്പോഴും സ്റ്റിൽ
എൻ്റെ ഓരോ ഉയർച്ചയിലും താഴ്ചയിലും എൻ്റെ കൂടെ നിൽക്കും. എനിക്കൊരു പ്രശ്നം വന്നാൽ എന്നെ വിളിക്കും, കൂടെ നിൽക്കും. എന്ത് പ്രശ്നം വന്നാലും റിനു, അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റൌഫ്, ഒരുപാട് ആഷിക്ക്, ഒരുപാട് പേരുണ്ട് എന്നെ കൂടെ നിർത്തുന്ന. എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഞാൻ അതിൽ. ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഞാൻ എൻ്റെ ഫാമിലീനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മ അച്ഛൻ അവരൊക്കെ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ എവിടെയാന്ന് പോലും ചിലപ്പോൾ അവർ അറിയാറില്ല. ഞാൻ അവിടെ എത്തിയിട്ടായിരിക്കും പറയാം ഞാൻ ബാംഗ്ലൂരാണ്, അല്ലെങ്കിൽ ഞാൻ എറണാകുളത്താണ്, ഞാൻ വീട്ടിലുണ്ട്, ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഞാനൊരു 18 വയസ്സ് മുതൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്, ഒറ്റയ്ക്ക് ഏൺ ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവരറിയുന്നില്ല, എനിക്ക് തോന്നുന്നു ഞങ്ങളായിട്ട് ഒരു 7 വർഷമായിട്ട് ഞാൻ കരയുന്നത് അവർ ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ എങ്ങനെയാണെന്ന് ചിലപ്പോൾ എൻ്റെ ഗ്രോയിങ് സ്റ്റേജ് അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ ഞാൻ എങ്ങനെയാണെന്ന് അവർക്ക് അറിയത്തില്ല. അവരെങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഞാൻ വീട്ടിലോട്ട് പോകുന്നതൊക്കെ ഭയങ്കര റെയറാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടെങ്കിലും എനിക്ക് നന്നാവണം, എനിക്ക് നന്നാവണം, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ എത്തണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഫാമിലിയാണ്. ആൻഡ് ഞാൻ പല കാര്യങ്ങളിലും ഭയങ്കര ബ്ലെസ്ഡാണ്. ഞാൻ കുറേ നല്ല മനുഷ്യന്മാരെ എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നം വന്നാലും വിളിക്കാനും. ഇപ്പോൾ ക്യാഷിൻ്റെ ഒക്കെ ആണെന്ന് വെച്ചോ, റീസെൻ്റ്ലി എനിക്കൊരു മെഡിക്കൽ കേസ് വന്നു, ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാം, എൻ്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ക്രെഡിറ്റ് ആവാണ്. ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുള്ളൂ. അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ എൻ്റെ ചുറ്റുമുണ്ട്. എല്ലാവർക്കും അങ്ങനത്തെ ഒരു ബ്ലെസ്സിങ്സ് കിട്ടാനുണ്ടാവില്ല. യു ആർ റിയലി ലക്കി. അപ്പോൾ മിഥിലാശിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇക്കനോട് തന്നെ ചോദ്യമാണ്, ഇക്ക എന്തുകൊണ്ടാണ് ഈ വ്ളോഗിങ്ങിലേക്ക്, ഫുഡ് വ്ളോഗിങ് ആയിക്കോട്ടെ മറ്റ് വ്ളോഗിങ്ങിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ സന്ദർഭം എന്ന് പറയുന്നത്? ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് വ്ളോഗിങ്ങിലേക്ക് വന്നിട്ട് വലിയ കാലമൊന്നും ആയിട്ടില്ല. ഒരു ജസ്റ്റ് 1 ഇയർ 1.5 ഇയർ. അതിന് മുന്നേ വരെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പല വ്ളോഗേഴ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്യും ഈ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവരെ കിട്ടൂല, ഫോൺ വിളിച്ചെടുക്കില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന്. പിന്നെ എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കണ്ടൻറ് ഉണ്ടാക്കി, എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാവണം എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ജോലി ഓപ്പർച്യൂണിറ്റീസ്, ബിസിനസ് ഐഡിയാസ്, അതേപോലെ അങ്ങനത്തെ കണ്ടൻറ്റുകൾ കൂടുതൽ തിരഞ്ഞെടുക്കൽ തുടങ്ങി. പിന്നെ എൻ്റെ ബിസിനസ്സുകൾ, എനിക്ക് ഫർണിച്ചർ, ചോക്ലേറ്റ്സ്, അതേപോലെ ബാഗ്, അങ്ങനെ കുറച്ച് ബിസിനസ് ഉണ്ട്. അത് ഫുള്ളി ഓൺലൈനിലേക്ക് മാറ്റി. അപ്പോൾ മാഷാ അല്ലാ അടിപൊളിയാണ്. ഞാൻ കണ്ടിരുന്നു റീൽസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് 50 രൂപയ്ക്ക് കുനാഫ ചോക്ലേറ്റ് മിഥിലാജിക്കൻ്റെ വക എല്ലായിടത്തും. ഓൾ ഇന്ത്യ സർവീസ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസാണ്. അത് എന്താണെന്ന് വെച്ചാൽ അതൊരു വൈഫിൻ്റെ ഒരു പരിപാടിയാണ്, ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവളും നിൽക്കണം. അപ്പോൾ പുറത്ത് പോകുന്ന താല്പര്യമില്ല, അവൾക്ക് കുക്കിങ് അതേപോലെ ബേക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പഠിച്ചവൻ സഹായിച്ച് എനിക്കൊരു കഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അവൾക്ക് ഉണ്ടാക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ പ്രൊമോട്ട് ചെയ്യും, സപ്ലൈ, അങ്ങനെ ആളുകളിലേക്ക് എത്തി. പിന്നെ കൊടുക്കുന്ന സാധനം ക്വാളിറ്റി മീൻസ് ഒരു കോംപ്രമൈസ് ഇല്ല സാധനം. അത് അങ്ങനെ ഒരു എത്തിക്സ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അൽഹംദുലില്ലാ കച്ചവടം ഉഷാറായി പോകും. ഇപ്പം 3 പേരാണെങ്കിലും പല പ്രൊഫഷൻസിൽ നിന്നാണ് ഇപ്പോൾ ഫുഡ് ബ്ലോഗിങ്ങിലേക്ക് വന്നത്. അപ്പോൾ ഈ ഫുഡ് ബ്ലോഗിങ്ങിൻ്റേതായിട്ടുള്ള മെറിറ്റ്സ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതായത് നമ്മൾ ആദ്യം ഒരു പ്രൊഫഷനിൽ നിന്നാണല്ലോ ഇപ്പോൾ ഫുഡ് ബ്ലോഗിങ് എന്നൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ വ്ളോഗിങ് എന്ന പ്രൊഫഷനിലേക്ക് എത്തിയത്. അപ്പോൾ മറ്റ് പ്രൊഫഷനിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് മെറിറ്റ്സ് ആണ് ഈ വ്ളോഗിങ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ആയിക്കോട്ടെ, പരിമിതികളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളികളായിക്കോട്ടെ, എന്തൊക്കെ? വ്ളോഗിങ്ങിൽ എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് ഒരുപാട് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് ബിസിനസ് വരാം. ഞങ്ങൾ ആ ചോക്ലേറ്റ്സിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഏകദേശം 2 മില്യൺ വീഡിയോ റീച്ചായി. ശരിക്കും ആ സമയത്ത് ആളുകൾ അങ്ങോട്ട് വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഫോണിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് രക്ഷയില്ല. മെസ്സേജ് നോക്കുമ്പോൾ 6000 മെസ്സേജൊക്കെ വാട്സപ്പ്. അപ്പോൾ മീൻസ് ബിസിനസ് അത് ആക്കാൻ കഴിയില്ല. എന്താ പറയുക, ഒരുപാട് ഒന്നും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ കൂടെ ഡീമെറിറ്റ്സ് ആയിട്ടൊന്നുമില്ല. മീൻസ് എപ്പോഴും ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ
എപ്പോഴും ആളുകളിലേക്ക് നമ്മളെ ബിസിനസ് നമ്മളെ പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ആണ്, അതിലൊരു സംശയമില്ല. റിനു, ക്വസ്റ്റ്യൻ ഒന്നുകൂടി. 3 പേരും ആയിക്കോട്ടെ, ഇപ്പോൾ ഗൾഫിൽ നിന്നായിരുന്നല്ലോ, പിന്നീടാണല്ലോ ഫുഡ് ബ്ലോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ പ്രൊഫഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രൊഫഷൻ എങ്ങനെയുണ്ട്? സ്വർഗം പറയാൻ കാരണം പ്രാരബ്ധം കൊണ്ടാണല്ലോ ഏതൊരു മനുഷ്യനും ഇവിടുന്ന് ഗൾഫിലേക്ക് കയറുന്നത്. പണത്തോ ആർത്തിയൊന്നുമില്ല എനിക്ക്, കാര്യങ്ങൾ നടന്നു പോകണം, വീടൊന്ന് വെക്കണം എന്നുള്ളതിനും. അങ്ങനെ ആ സമയത്ത് ഞാൻ ഗൾഫിലേക്ക് കയറുമ്പോൾ ഒരുപാട് ഒരു ചെക്കന്മാരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചിട്ട് നടക്കേണ്ട പ്രായത്തിൽ ഞാൻ ഗൾഫിലേക്ക് കയറി. അവിടെ വെള്ളവണ്ടി എന്ന് പറയും, ഐ മീൻ നമ്മളെ ഗലോണില്ലേ വലിയ ലിറ്റർ, നമ്മളിപ്പോൾ ഈ സ്കൂളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം 21 ലിറ്ററോളം അഥവാ 21 കിലോ ഉണ്ട് ഒന്ന്. അങ്ങനത്തെ 300-400 എണ്ണം ഒരു വണ്ടി നിറച്ചിട്ട് അത് ബിൽഡിങ്ങിൻ്റെ മേലേക്ക് 3-ാം നിലയ്ക്കും 4-ാം നിലയ്ക്കൊക്കെ 5 10 ഇട്ടണം. അതും AC ഉണ്ടാവില്ല വണ്ടിയിൽ, ഗൾഫിലെ ചൂട് കാറ്റും. അങ്ങനെ ഏകദേശം ഒരു 4 കൊല്ലം നിന്നിട്ട് ഞാൻ എൻ്റെ വീട് പണി തീർത്ത്, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് പണി തീർത്ത് അങ്ങനെ നാട്ടിലേക്ക് വന്ന് സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാൻ ആഗ്രഹമില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടു, അത്രയും വെയിലും ഊരവേദനയും. ഏതൊരു മനുഷ്യനും സിമ്പിളായിട്ട് നടക്കണം എന്നല്ല ആഗ്രഹിക്കുള്ളൂ, ജോലി തന്നെ. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ പ്രാങ്ക് കോളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ കാറായി, പിന്നെ സ്വന്തമായിട്ട് ഞാനൊരു വീടിൻ്റെ വാർപ്പ് പണി കഴിഞ്ഞ് സ്ഥലമൊക്കെ എടുത്ത് കല്യാണം കഴിച്ച് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് എപ്പോഴും സ്വർഗ്ഗമായിട്ടാണ് തോന്നിയത്. തെറ്റായിട്ടൊന്നും, ഐ മീൻ തെറ്റെന്നല്ല, ഒരു ബാഡായിട്ട് തോന്നിയത് ഒന്നുമില്ല എനിക്ക് രണ്ടിലും. പിന്നെ ഏതൊരു ജോലി ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. കാരണം വെറുതെ ഒരാൾ നമുക്ക് പൈസ എടുത്തിട്ടില്ല, നയിച്ചാലേ കിട്ടുള്ളൂ. ഇത് പിന്നെ ഒരാൾ നമ്മളെ, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണെന്ന് അറിയോ, എന്നെ ഭരിക്കാൻ ആരും ഉണ്ടാവരുത്. ഐ മീൻ മുതലാളിമാരില്ലേ, അത് അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യുക. ചെറുപ്പം തൊട്ടേ എല്ലാവരും എന്താണെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എനിക്കൊരു ബിസിനസ്മാൻ ആഗ്രഹം ഞാൻ ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ എത്തിപ്പെട്ടു. അൽഹംദുലില്ലാ, ഞാൻ ദൈവത്തിനോട് എപ്പോഴും സ്തുതി പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഡീമെറിറ്റ്സ് എന്ന് തുടങ്ങാം. ആക്ച്വലി ഇതിലും പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അതായത് നമുക്ക് എന്തും പറയാം എന്നല്ല, നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ പലതും നമ്മളത് അതിനെ ഒതുക്കി വെക്കേണ്ടി വരും. അത് നമുക്ക് എന്തും പറയാൻ പറ്റില്ല. സൊസൈറ്റിയിൽ ഇപ്പോൾ വലിയൊരു സ്ഥാപനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നടക്കുന്നത് നമുക്ക് പേടിയാണ്. ആക്ച്വലി ചിലപ്പോൾ പറയാൻ പേടിയായി പോകും. കാരണം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, വെട്ടാൻ സുഖമാണ്. പിന്നെ നമ്മൾ ഒന്നിന്ന് വരണം. ഒന്നിന്ന് വരുമ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടാവും, എങ്ങനെ നമുക്ക് സപ്പോർട്ട് കിട്ടും, അപ്പോഴത്തിനും ഈ മേഖല തകർന്നു പോകും, ഇതൊന്നും നമുക്കറിയില്ല. സോ ഇതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാത്തിലും പൊളിറ്റിക്സ് ഉണ്ട്, ഒബ്വിയസ്ലി എല്ലാത്തിലും പൊളിറ്റിക്സ് ഉണ്ട്. നമ്മൾ ഈച്ച് ആൻഡ് എവ്രി വൺ ഏതൊരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും അതിലൊരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പറയാം, അല്ലെങ്കിൽ നാടിനെ ഒറ്റയടിക്ക് നന്നാക്കി കളയാം എന്നൊന്നും പറ്റൂല. ഇതുകൊണ്ട് അങ്ങനെ വിചാരിച്ചൊക്കെ ആരെങ്കിലും വ്ലോഗിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുമായിരിക്കും. നിങ്ങൾക്ക് അത്രയ്ക്കും വിൽ പവറും നിങ്ങൾക്ക് അത്രയ്ക്കും ഹോൾഡും ഉണ്ടെങ്കിൽ അത് നടക്കുമായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് വളരെ നൈസായിട്ട് പോവാം എന്നുള്ളൊരു സാധനമാണ്. പിന്നെ മെറിറ്റ്സ് ആണല്ലേ പറയേണ്ടത്. വ്ലോഗിങ്ങിലോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മെറിറ്റ്സ്, നമുക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ആക്ച്വലി നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. നല്ല റെസ്പെക്റ്റ് കിട്ടും, ഒരു പവറാണ് ആക്ച്വലി. നമ്മൾ എവിടെ പോകുമ്പോൾ ഞാൻ കുറേ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്കൊരു പ്രത്യേക പരിഗണന കിട്ടാറുണ്ട്. എനിക്ക് വളരെ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കത് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റിനു പറഞ്ഞ പോലെ എന്നെ ആരും അങ്ങനെ ഭരിക്കുന്നത് ഇഷ്ടമല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ പോയിന്റ് ഞാനായിരിക്കണം, ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എൻ്റെ ഡിസിഷൻ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ എന്നാരും ഭരിക്കുന്നത് ഇഷ്ടമില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ കോണ്ടന്റുകളാണ് പോകുന്നത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിനുകൊണ്ടാണ് ഇപ്പം എനിക്ക് നിലവിൽ പറയാനുള്ളത്. ഇപ്പോൾ ഡിമാൻഡിലുള്ള കുറേ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫുഡ് സ്റ്റൈൽസ് ഉണ്ടാവും. പിന്നീട് നോക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അതെന്തുകൊണ്ടായിരിക്കാം ആ ഡിമാൻഡ് കുറഞ്ഞു വരുന്നത്? ഓക്കെ, അതായത് നമ്മളിപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ മറ്റേ മസ്ക ബണ്ണും ഇറാനി ചായയും ഭയങ്കര തിരക്കും ബഹളവും, അവിടെ വണ്ടി പോലും എടുക്കാൻ പറ്റില്ല, പോലീസൊക്കെ വന്നിട്ട് അവിടെ നിൽക്കും. കാരണം ആ സമയമാകുമ്പോൾ അവിടെ ഒരു ഭയങ്കര തിരക്കാണ്. സെയിം സാധനം നമ്മുടെ കോഴിക്കോട് പിന്നെ പോകുന്ന സ്ഥലത്തൊക്കെ ഇപ്പോഴും കാണാം, പല സ്ഥലത്തും ഇറാനി ചായയും മസ്ക ബണ്ണാണ്. പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അവരുണ്ടാക്കുന്ന അതേ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അത് കോപ്പി ചെയ്ത് വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോവും. അത് വളരെ അതിൻ്റെ സപ്ലൈ ഭയങ്കര കൂടുതലാണ്. സപ്ലൈ ഭയങ്കരമായിട്ട് ഓവർ ആയിട്ട് വരുമ്പോൾ
എക്കണോമിക്സ് സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്ക് വലിയ ഡിമാൻഡ്സ് ഉണ്ടാവില്ല, കാരണം അത് സുലഭമാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി മേടിച്ച് കഴിക്കാം, വിലയും കുറവാണ്. സോ അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരും. അതേ ടേസ്റ്റിലും ഗുണത്തിലൊന്നും കിട്ടില്ല, അതിനൊരുപാട് നെഗറ്റീവ്സ് വരും. സോ എനിക്ക് തോന്നുന്നു കോപ്പി ചെയ്ത് വരുന്നത് കൊണ്ടാണ്. സെയിം ചിലപ്പോൾ അവരുണ്ടാക്കി അതേ സ്ഥലത്ത് പോയി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും കൊള്ളാട്ടോ എന്ന് പറയും. ഇത് കോപ്പി ചെയ്തതാണ് നമ്മൾ ചിലപ്പോൾ കഴിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ അതുപോലെ ഇവിടെ ഉണ്ടാക്കുമ്പോൾ നമ്മുടേതായിട്ടൊരു സാധനം കൂടി അതിൽ ആഡ് ചെയ്യും, കൊള്ളാവും. അതാണ് നടക്കുന്നത്. ട്രെൻഡിങ് ഐറ്റംസ് പുതിയത് വന്നുകൊണ്ടിരിക്കുക, പഴയത് ഔട്ടാവുക. അത് നോർമലി നമ്മൾ ഈ ജനറേഷൻ ഡിമാൻഡ് കുറേ കാരണം പുതിയ സാധനം വരും. ഇപ്പോൾ നോർമലി നമ്മുടെ ഡ്രസ്സാണെങ്കിൽ പോലും ഇപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ കളർ ഇന്ത്യ ഉണ്ട്, എനിക്ക് വേറെ കളർ വാങ്ങാം, അല്ലെങ്കിൽ ആ മോഡൽ ഇന്ത്യ ഉണ്ട്, വേറെ മോഡൽ വാങ്ങാം. അതേ ചിന്താഗതി തന്നെയാണ് ഫുഡിലും. ഇപ്പോൾ ഒരു ബിരിയാണി ഇന്നൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു, ഞാൻ ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി, ഇതൊരു ഹോട്ടലാണെങ്കിൽ ഞാൻ ഒരു ബിരിയാണി കഴിച്ചു, ഇന്നലെ ഇവിടുത്തെ ബിരിയാണിയിൽ കഴിച്ച് നമുക്ക് ഇവിടുത്തെ മന്തി കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ബിരിയാണിയായിട്ട് ബെറ്റർ മന്തിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ടേസ്റ്റിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ട്രെൻഡാണ്. അപ്പോൾ പിന്നെ നോർമലി ഇവൾ പറഞ്ഞ ഈ മസ്കാബൺ ഇതൊക്കെ ഒരു ട്രെൻഡാണ്. ഫഹദ് വാസ് ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാനൊരു ഹോട്ടലിൽ പോയപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടും പറഞ്ഞ് ഈ ട്രെൻഡായി നിൽക്കുന്ന ഹോട്ടലിന് ആരും കുറ്റം പറയില്ല, അത് സത്യമാണ്. അത് നോർമലി വ്ളോഗേഴ്സ് നമ്മൾ തമ്മിൽ പറയുന്നത് പുറമക്കാരോട് വീഡിയോയിൽ ഇവിടുത്തെ ഫുഡ് കൊള്ളൂലാട്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം തന്നെ റീസെൻ്റ്ലി എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ളത്. കാരണം ഈ നേരത്തെ പറഞ്ഞ വിഷയം നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഫോളോവേഴ്സ് നമ്മളെ കൂടെ നിൽക്കുന്നത്, ഓരോ വെറുപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ജനറേഷൻ വരുന്നതനുസരിച്ച് പുതിയ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നതനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഓൾറെഡി ജനറേഷൻ ഇഷ്ടം ചിലപ്പോൾ സാമ്പാറും ചോറാണെങ്കിൽ ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് ഇഷ്ടം എന്താണ്, ചിലപ്പോൾ മന്തി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും. അതാണ് ട്രെൻഡ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കില്ല ചിലപ്പോൾ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ ട്രെൻഡ് എന്നുള്ള വാക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്നതിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റും, അത് നഷ്ടപ്പെടുന്നില്ല. അത് ഇപ്പോൾ സാമ്പാർ ചോറ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളൊരു ട്രഡീഷണൽ ഫുഡ് മാതിരി ഇവിടെ കാണുന്നത്, അതിപ്പോഴും നഷ്ടപ്പെട്ടില്ല, അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇവൾക്ക് ബിരിയാണി ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അത് അവനാൻ്റെ ഇഷ്ടത്തിന് മാറുന്നൊരു ട്രെൻഡാണ് ഈ ഒരു വേർഡ് തന്നെ കണ്ടുപിടിച്ചത്. ട്രെൻഡിങ് എന്ന് പറഞ്ഞത് ബിസിനസ്സിൽ എന്താ പറയുക, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരു ഇൻഫ്ലുവൻസറാണ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തിട്ട് അത് ട്രെൻഡാക്കുന്നത്. ഒരിക്കലും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബിസിനസ് നമുക്ക് ഒരുപാട് കാലം കിട്ടൂല. സത്യം പറഞ്ഞാൽ നമ്മളല്ലേ, ഞാൻ ചെയ്ത ബിസിനസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുനാഫ സ്റ്റാർട്ടിങ് സമയത്ത് ഭയങ്കര ഓർഡറായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഓട്ടോമാറ്റിക്കലി ഇപ്പോഴും കുഴപ്പമില്ല, പക്ഷെ ആ ഒരു സമയത്തുള്ളൊരു ഫ്ലോ ഒന്നും പിന്നെ കിട്ടൂല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ എന്താ ഒരു ഫാക്ടറി ലെവലിലേക്ക് ഒരു ചോക്ലേറ്റ്സ് കമ്പനി കൊണ്ടുപോകാത്തത്. അപ്പോൾ ഞാൻ ചിന്തിച്ച കേസ്, നമ്മളൊരു ഫാക്ടറി ലെവലിലേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ട്രെൻഡിങ് ബിസിനസ് നമുക്ക് ഫാക്ടറി ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ആ സമയത്ത് ഉള്ള ഒരു ഫുഡ്, ആ ഒരു ടേസ്റ്റ്, ആൾക്കാർക്ക് ആ ഒരു കഴിക്കാനുള്ള ടെൻഡൻസി, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു ക്രിയേഷനാണ്. വീഡിയോൻ്റെ പ്രസൻറ്റേഷന്, അതാണ് ട്രെൻഡിങ് എന്ന് പറഞ്ഞത്. പിന്നെ ആളുകൾ എന്തെങ്കിലും അങ്ങ് ചെയ്യുമ്പോൾ പിന്നെ എല്ലാവരും അതങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യും. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ പോകും. സത്യം പറഞ്ഞാൽ ഈ ട്രെൻഡ് കണ്ടുപിടിച്ചപ്പോൾ നിലവിൽ ഇൻഫ്ലുവൻസേഴ്സാണ് സത്യം. ഇപ്പോൾ നോർമലി ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കും വെള്ളത്തിൻ്റെ. അപ്പോൾ നോർമലി ഒരുപാട് ഇപ്പോൾ മേലേക്ക് കല്ലെടുത്തെറിഞ്ഞാൽ കോഴിക്കോട് ട്രോൾ പേജിലുണ്ട്, ഒന്നേ മൈജി ഷോറൂമിൻ്റെ തലേക്കോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറുടെ തലേക്കോ, ആ ഒരു ലെവലിലാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട്. അപ്പോൾ നോർമലി കോഴിക്കോട് എന്നല്ല, ഇപ്പോൾ മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ നോർമലി ഒരു ഇൻഫ്ലുവൻസർ ഇപ്പോൾ ഒരു വെള്ളം കണ്ട് ഞാൻ പോയി ആ വീഡിയോ കൊണ്ട് ചെയ്ത് ഏകദേശം 1 മില്യൺ അടിച്ച്, അവിടെ അടിച്ച് 1 മില്യൺ അടിച്ചായിരുന്നു. വേറെ 2 ഇൻഫ്ലുവൻസർമാർ പോയി വീഡിയോ ചെയ്യുക. അപ്പോൾ അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ വന്നപ്പം ആ ഏരിയയിൽ അതൊരു ട്രെൻഡായി. ചങ്ങറ്റ് ഒന്നും ഉണ്ടാവില്ല, അത് ഫസ്റ്റ് ടൈം ടേസ്റ്റ് ഒരാൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം ആൾ കഴിക്കാൻ വന്നുകൊണ്ടിരിക്കണമെന്നില്ല. അതിൽ ആ ട്രെൻഡ് കഴിഞ്ഞാൽ മിഥിലാജ് പറഞ്ഞ മാതിരി അതങ്ങോട്ട് പോവാണ്. പിന്നെ അടുത്ത് ഇതേമാതിരി ഇൻഫ്ലുവൻസർമാർ തന്നെ ഇത് കൊണ്ടുവരുന്നതും ഇൻഫ്ലുവൻസർമാർ ഇത് ഡെഡാക്കുന്നതും. പുതിയ സ്റ്റാർട്ടപ്സ്, ഫുഡ് സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് അഡ്വർടൈസ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടപ്സ് നിങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നിങ്ങൾ അവരെ കൈകാര്യം ചെയ്യുക? ആദ്യം ഒരുപാട് ഇത് നടക്കുന്നുണ്ട്, സ്കാമുകൾ നടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ മെസ്സേജസ് വരും, എൻ്റെ സ്റ്റാർട്ടപ്പാണ്, ഇത് ചെയ്തു തരുമോ,
എന്ന് ചോദിച്ചിട്ട് പലതും വരും. ആദ്യം നമ്മളത് സത്യമാണോ ഇല്ലേന്ന് കണ്ടുപിടിക്കുകയാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പോഴും ചെയ്യാറുള്ളത്, എനിക്ക് ഈ വിമൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. കാരണം അവർ വളർന്നു വരണം. കാരണം നമ്മൾ ഒരുപാട് അങ്ങനെ പറയല്ല, കമ്പാരറ്റീവ്ലി കുറച്ചും കൂടെ ഞാൻ പല ഫേസിലൂടും കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പലർക്കും പല ഇതുണ്ടാവും. അപ്പോൾ എനിക്ക് ബോയ്സിന് ഫുള്ളായിട്ട് എനിക്കറിയില്ല, കാരണം ഞാനൊരു വിമൻ ആണെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഞാൻ വിമൻസ് ഓൺടർപ്രണേഴ്സ് സ്റ്റാർട്ടപ്പ് വരുമ്പോൾ ഞാൻ പറയും, അവൻ എന്നെ ഇതുവരെ ഒരു പെൺകുട്ടിയായിട്ട് ഇവരുടെ ഗ്രൂപ്പിൽ എന്നോട് പറയും, അതിന് നിന്നെ ഞങ്ങൾ പെൺകുട്ടിയായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് പറയും. അതുകൊണ്ടാണ് അവൻ ചിരിക്കുന്നത്. അപ്പോൾ വിമൻ ഓൺടർപ്രണേഴ്സിനോട് ഞാൻ പറയാറുണ്ട്, എനിക്ക് പേയ്മെൻറ്റ് വേണ്ട, നല്ലതാണെങ്കിൽ ഞാൻ ചെയ്തുതരാം, എനിക്കിപ്പോൾ ഇത് പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് അയച്ചോളൂ. ഇപ്പോൾ അച്ചാറൊക്കെ വരാറുണ്ട്, ചിലപ്പോൾ വീട്ടമ്മമാരായിരിക്കും. ഞാൻ പറയാം, ഞാൻ ചെയ്തുതരാം, കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുറച്ചൊന്ന് സമയം തന്നാൽ മതി, ഞാൻ ടേസ്റ്റ് ചെയ്തുതരാം. അതുപോലെ തന്നെ സ്റ്റുഡൻസ്, ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇത് യൂസ് ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും 2K കിഡ്സിനെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു 2K ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, നമ്മൾ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഞാൻ സ്റ്റുഡൻസിനും അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഒരു സ്റ്റാർട്ടപ്പിന് അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ചില സ്റ്റാർട്ടപ്പ് നമുക്ക് കണ്ടാലേ അറിയാം, അവർക്ക് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ അവർ പറയുന്നതായിരിക്കും. അത് നമ്മൾ കണ്ടറിഞ്ഞിട്ട് സംസാരിക്കുകയും ചെയ്യാം. നോർമലി സ്റ്റാർട്ടപ്പിനൊക്കെ ഞാൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് നമ്മളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കും, കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഒരു പറയും നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് വേണം. അപ്പോൾ ഞാൻ പറയും അവരോട്, നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു നോർമലി ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ, അത് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ഒരു 10 പേര് വീഡിയോ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യുന്ന 2 പേര് 3 പേരെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ, ഞാൻ പറയില്ല മില്യൺസോ അല്ലെങ്കിൽ 100K 200K കയറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നോർമൽ റീച്ചേ വരുള്ളൂ. കാരണം ഷെയർ ചെയ്ത് കൊടുത്ത ഒരേ സാധനം, ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഫുഡ് ഇനി കണ്ട് കുബാബ, അത് ഇനി ഷെയർ ചെയ്തെന്ന് അഗെയിൻ ഇവളെ വീഡിയോ കാണുമ്പോൾ ഇനി വീണ്ടും ഷെയർ ചെയ്യില്ല, കാരണം ഒരു പ്രാവശ്യം അയച്ചു തന്നാൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ പേയ്മെൻറ്റ് വാങ്ങാണ്ട് ഞാൻ അറിയും, അത് കുഴപ്പമില്ല, ഞാനും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്നതാണ്, നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ട്, ഒരു ബിസിനസ് മൈൻഡാണ്, ഒരു ബിസിനസ് ചെയ്യാൻ കാശുണ്ടെങ്കിൽ എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസ്, ഇങ്ങനെ ആളുകളായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ ഹോട്ടലിൽ കണ്ടാണ്ട് എനിക്കിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസ് ഉണ്ട്, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വന്നിട്ട് അവരുടെ മാർക്കറ്റിംഗ് മൊത്തം ഞാൻ എടുക്കും. അവരുടെ മാർക്കറ്റിംഗ് മൊത്തം എടുത്തതിന് ശേഷം ഒരു ഡെവലപ്പാക്കി കഴിഞ്ഞാൽ ഓർക്കിനെ ഒഴിവാക്കാം, അതല്ല ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അത് ഞാൻ ഓർക്ക് കൊടുക്കുന്ന എഫേർട്ടിൽ ഓർക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ട് നോക്കിയിട്ട് നിർത്തും. അപ്പോൾ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാനേ ഞാൻ നോക്കുള്ളൂ. അപ്പം അത് സ്റ്റാർട്ടപ്പിൻ്റെ ഓരോ പീരീഡ് അല്ല, എങ്ങനെ പറയാം, ഓരോ കാറ്റഗറി ആക്കിയിട്ട് ഞാൻ തിരിക്കുക. ഓരോട് സംസാരിക്കുമ്പോൾ ഓരോ ബിസിനസ്സിൻ്റെ എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ്, ഓരോ കാറ്റഗറി, അങ്ങനെ ഞാൻ ഓരോ ക്ലിയർ ചെയ്യുക. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഒരു ബിസിനസ്സും വിജയിച്ച ചരിത്രം എവിടെയില്ല. ഒരുപാട് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, നമ്മളെ പ്രോഡക്റ്റ് ഒരു ബ്രാൻഡാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ മാക്സിമം നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതാണ് ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും ചെയ്യുന്ന അതാണ്. ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് പോലും ആ ഒരു ലെവലിലേക്ക് എത്തൂല. അത് കാലക്രമേണ ഒരുപാട് വർഷങ്ങളെടുക്കും ഒരു പ്രോഡക്റ്റ് നല്ലൊരു ബ്രാൻഡിങ് ലെവലിലേക്ക് ക്വാളിറ്റി ആയിട്ട്. സ്റ്റാർട്ടപ്പുകാർക്ക് ഞാൻ പറയുന്നത്, സ്റ്റാർട്ടപ്പ് സമയത്ത് ഒരു ദിവസം കൊണ്ട് ആരും എത്തൂല, വർഷങ്ങൾ എഫേർട്ട് വേണം. പിന്നെ ഏറ്റവും വേണ്ടത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിലൊരു ആത്മാർത്ഥത എന്ന് പറയും, അത് വേണം. പിന്നെ സ്റ്റാർട്ടപ്പ് കൊണ്ട് കുട്ടി എനിക്കൊരു ഗുണമുണ്ട് കേട്ടോ. എൻ്റെ കല്യാണത്തിന് എനിക്ക് ഏകദേശം ഒരു 3500 രൂപ ചിലവായിട്ടുള്ളൂ. സാധാരണ ലക്ഷങ്ങൾ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ചിലവാക്കേണ്ടി കൊടുത്ത് ഈ കൊളാബ് സ്റ്റാർട്ടപ്പേഴ്സ്, ഈ സ്റ്റാർട്ടപ്പിൻ്റെ ടീം കൂടുതൽ നമുക്ക് ബാർട്ടർ കൊളാബ് വരും. നിങ്ങൾ പ്രൊഡക്റ്റ് തരാം അല്ലെങ്കിൽ ഫുഡ് തരാം, നിങ്ങൾ ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്ത് തരാം എന്നുള്ളത്. അപ്പോൾ ഈ കല്യാണ സമയത്തൊക്കെ എനിക്ക് ആ പടം 3500 4000 ചിലവാക്കിയത് 2000 മുഴുവൻ 2000 ആശിക്കും. അതും എനിക്ക് ചിലവായിട്ടില്ല എന്ന് പറയാം, തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട്. കാരണം ഡ്രസ്സിൻ്റെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയപ്പോൾ ഒരു പുയ്യാപ്പ ഡ്രസ്സ് നിങ്ങൾക്ക് ഞങ്ങൾ തരാം കൊളാബായിട്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ടീമുണ്ട്, ഒരു ഇവൻറ്റ് ചെയ്യുന്നത് ഒരു അറിയാം, ഞങ്ങൾ ഇവൻറ്റ് തരാം, നിങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഫ്രീ തരാം, നിങ്ങൾ കല്യാണത്തിന് തരുമ്പോൾ ഞാൻ ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കാലം ഇങ്ങോട്ട് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇൻഫ്ലുവൻസറായി കണ്ടുള്ളൊരു മെച്ചും സ്റ്റാർട്ടപ്പ് കൊണ്ടുള്ളൊരു ക്ലിയറൻസ് നമുക്ക് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട്. അപ്പോൾ ഒരു 3500 രൂപ കൊണ്ട് കല്യാണം കഴിച്ച് അത് ബാക്കിയുള്ളവർക്ക് ഉപകാരമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇൻഫ്ലുവൻസർ ആവാം. ഇതുപോലത്തെ കുറേ ഗുണങ്ങളുണ്ട്. പ്രാങ്ക് ചെയ്തൊരു കല്യാണവും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് കൊണ്ടൊരു വിവാഹവും നടത്തിയ മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. വീട്ടിലെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷൻ എന്താ ഫുഡ്? വീട്ടിലെ
ഓ മൈ ഗോഡ്. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കുറേ തോന്നുന്നു. എനിക്കിപ്പോൾ ഞാൻ ഡയറ്റൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ രാവിലെ ഗോതമ്പിൻ്റെ 2 ദോശ, ഉച്ചയ്ക്ക് ഒരു കുക്കുംബർ, വൈകിട്ട് ഒരു വാട്ടർമെലനും തന്നു. ഞാൻ ചോദിച്ചു എന്നെ കൊല്ലം കൊണ്ടുവന്നിട്ടാണോ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്കിഷ്ടം, ഞാൻ ഇപ്പോഴും പറയുവാണെങ്കിൽ അമ്മ പണ്ട് നമ്മുടെ ചീരയില്ലേ, ചീരയില്ല മത്തൻ്റെ ഇല ഉണ്ടാവുമല്ലോ നാട്ടിൽ, മത്തൻ്റെ ഇല തേങ്ങരച്ച് വെച്ചൊരു കറിയുണ്ട്. എനിക്കിപ്പോഴും ഇഷ്ടമാണ്. എനിക്ക് അതിൻ്റെ മണമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പം എനിക്ക് വീട്ടിൽ പോയാലോ എന്നൊക്കെ ആലോചിക്കും. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ മനസ്സിലും വേണ്ട പോണ്ട. എൻ്റെ ഫേവറേറ്റ് അതും ചോറും. പിന്നെ അതല്ലെങ്കിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ചോറും രസവും മീൻ വറുത്തതുമാണ്. എനിക്ക് നോർമലി അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഏത് നാട്ടിൽ പോയാലും അതിനനുസരിച്ച് ഞാൻ ചേരനെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ട തിന്നും. ആ ഒരു മൈൻഡാണ് എൻ്റെത്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു, ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ബാംഗ്ലൂർ പോയപ്പോൾ ഇവർക്കൊക്കെ നാടൻ ഫുഡ് കിട്ടണം, കേരള ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ തൊട്ടടുത്ത് നല്ല ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു. അതൊരു കബാബ് അടിച്ചിട്ട് ഞാൻ നേരെ റൂമിൽ പോയി. പക്ഷേ ഈ വീട്ടിലത്തെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മനെ വിളിച്ചു പറഞ്ഞ് നല്ല ചോറ്, കുറുവരിൻ്റെ ചോറും അതിലേക്ക് നല്ല ലഗോണ്ട് ഈ മുളകിട്ട കോഴിക്കറി, അതിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എനിക്ക് പ്രത്യേക ഇഷ്ടമാണ്. അതിനെ കൊണ്ടാണ് ഈ നോർമലി പുറത്ത് പോവുകയാണെങ്കിൽ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ നല്ല സാമ്പാറും നല്ല ചോറും, ഇതാണ് അവളുടെ ഫേവറേറ്റ്. പറയടി. അത് ഇന്നലെ നടക്കാൻ മടികൊണ്ട് അവൻ റൂമിൽ കയറിപ്പോയി. ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് കണ്ണൂർ കിച്ചണിന്ന് നല്ല ചോറും വറുത്തരച്ച സാമ്പാറും കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം. എനിക്കങ്ങനെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഉമ്മ ഉണ്ടാക്കുന്ന നല്ല നൈസ് പത്തിരിയും ബീഫ് ഫ്രൈയും അതൊരുപാട് ഇഷ്ടമാണ്. പിന്നെ സാധാരണ ചോറ്, നല്ല മുളകിട്ട മീൻ കറി, ചക്കക്കുരുവിൻ്റെ കറി ഫേവറേറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നോർമലി ഒരു കാര്യം പറയാൻ വിട്ടു, ഈ കണ്ടുക്കുന്നൊരു ഇപ്പോൾ ഈ ഫുഡ് ബ്ലോഗിനൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ 5 പേർക്കും 6 പേർക്കുള്ള ഫുഡ് ടേബിൾ നിർത്തും. ചിലപ്പോൾ ഞങ്ങൾ 2 പേര് 3 പേരുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കും, നിങ്ങൾ അടുത്ത ബ്ലോഗിന് പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളൂ. അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ആരാഴ്ചയിൽ ഞങ്ങൾ ഒരുമിച്ച് ഏത് അടുത്താണ് നിയറസ്റ്റ് ഹോട്ടലുള്ളത്, ഞങ്ങളെ റെസ്റ്റോറൻറ്റിൽ വ്ളോഗ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകും. ആർക്കും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ നമ്മളിപ്പോൾ കണ്ടുപരിചില്ല ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പറയും നമുക്ക് അടുത്ത പ്രാവശ്യം വ്ളോഗിന് പോകുമ്പോൾ വിളിക്കണോ ബ്രോ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചെങ്ങായിൻ്റെ മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകും. അവിടെ ഇപ്പോൾ ബ്ലോഗ് ഉണ്ടാവും. ഇനി നോർമലി ലൈവിൽ വരികയാണെങ്കിൽ ആരടുത്തുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ഫുഡ് കഴിക്കും. നമുക്ക് ഫുഡാണ് ഞങ്ങൾ മെയിൻ. അപ്പോൾ ആരെല്ലാവരും പറയാനുള്ളത്, ഇനി ഇൻ കേസ് നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ ഞങ്ങൾ ലൈവോ അല്ലെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിയറസ്റ്റ് ഹോട്ടലിൽ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാം. ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും മെസ്സേജ് അയക്കാം കേട്ടോ. ഒന്ന് റിനുക്കൻ്റെയോ ആമി ചേച്ചിയുടെ അടുത്തൊക്കെ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് സ്പോട്ട് ട്രൈ ചെയ്യണമെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ നമുക്കൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ തന്നെ വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള കുറേ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടാകും. അപ്പോൾ അവർക്ക് ഉള്ള സജഷൻസ് അല്ലെങ്കിൽ ടിപ്സ് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം, വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭയങ്കര സിമ്പിളൊന്നല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. അതിൻ്റെതായ എല്ലാ മേഖലയിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ തന്നെ ഇതിലും ഉണ്ട്. സോ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി എന്ന് പറയും, സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളെ പെട്ടെന്ന് നല്ലൊരു ഗ്രോത്തിലോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ കഴിവുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പാട്ട് പാടിയിട്ടോ, ആ പാട്ടിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊമോഷൻ വരും, ഒരു സൈഡിങ് ആയില്ലേ. സോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. മെല്ലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി, ഞാനൊന്ന് ഒതുങ്ങട്ടെ കേട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു പാരയാണല്ലോ. നോർമലി പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് ഒരു വ്ളോഗർക്ക് വേണ്ടത്. പിന്നെ തൊലിക്കട്ടി അഥവാ ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോടൻ ഭാഷയിൽ ഉളുപ്പ് നഷ്ടപ്പെടണം. പിന്നെ യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്കിൽ 3 കാറ്റഗറി ആയിട്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജെൻസി എന്ന് പറഞ്ഞ ഒരു ടീംസ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇൻസ്റ്റയിലും. പിന്നെ ഇപ്പോൾ നമ്മളൊക്കെ പറയുകയാണെങ്കിൽ ഒരു തന്ത വൈബ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ മോശക്കാരൊക്കെ ഉണ്ട്, തന്ത വൈബ് പറയുകയാണെങ്കിൽ ഒരു ഫേസ്ബുക്ക്, യൂട്യൂബ്. മക്കളൊക്കെ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഇപ്പോൾ വരുന്നുണ്ട്, ചെറിയ മക്കളൊക്കെ. അപ്പോൾ ഓരോരോ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് തൊലിക്കെട്ട് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ട്രാവൽ വ്ളോഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസും കൂടി കാണിക്കണ്ട. പിന്നെ ആമി നേരത്തെ പറഞ്ഞ മാതിരി കഴിവുണ്ടെങ്കിൽ ഞങ്ങളെ എന്നുള്ള എല്ലാവരും സപ്പോർട്ടും എന്താണ് ഇപ്പോൾ ഇന്ത്യയിൽ ആമിൻ്റെന്നോ വരുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നേരി കാണുമ്പോൾ ബ്രോ ഇതെന്താണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇതിന് എന്താണ് സൊല്യൂഷനോ അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നോ ഒന്ന് പുഷ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്ന് കഴിയുന്ന എന്ത് ഹെൽപ്പും തരും. കാരണം എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും ജീവിക്കാൻ വേണ്ടി അവിടെ ഭൂമിയിലുള്ളത്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണം, ഞങ്ങളിൽ നിന്നുള്ള എല്ലാ ഹെൽപ്പ് ഉണ്ടാവും. ഇതാണ് മെയിനായിട്ട് വേണ്ടത്, കൺസിസ്റ്റൻസി, പിന്നെ ഉളുപ്പ് നഷ്ടപ്പെടുക. ഒരു വ്ളോഗറാണ് ആദ്യം വേണ്ടി എന്താണെന്നറിയോ, ഇന്ന് പറഞ്ഞ പോലെ ഒരുപാട് കളിയാക്കലുണ്ടാവും. ഈ സ്റ്റാർട്ടപ്പ് സമയത്ത് നമുക്ക് ഫോളോവർ ഉണ്ടാവില്ല, വീഡിയോ റീച്ചിങ് ഉണ്ടാവില്ല.
അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മനസ്സിലൊരു നീയത്ത്, നമ്മൾ പറയല്ലേ, അതിലൊരു കോൺസെൻട്രേഷൻ. ആരെന്ത് പറഞ്ഞോട്ടെ, എനിക്കൊക്കെ ഒരുപാട് കളിയാക്കലുണ്ടായിട്ടുണ്ട്. ഈ കളിയാക്കിയ വ്യക്തിനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓന് പിന്നെ വീഡിയോ ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മേഖല എന്ന് പറഞ്ഞത്. നമ്മളെ കാര്യത്തിൽ നമുക്കൊരു വിശ്വാസം വേണം. ആരെന്ത് പറഞ്ഞാലും ഇത് മൈൻഡ് ചെയ്യരുത്. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് നമ്മളിങ്ങനെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കലുള്ളൂ, മറ്റുള്ളവരൊന്നും വിചാരിക്കുകയില്ല, നിങ്ങളാണ് എടുക്കുകയില്ല. പിന്നെ ഈ വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഇന്നൊരു വീഡിയോ ചെയ്യും, പിന്നെ വീഡിയോ ചെയ്യുക അടുത്ത നൂറ്റാണ്ടിലേക്ക്. വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ കാര്യം. വീഡിയോ റീച്ചിങ് ഉണ്ടോ അല്ലേന്ന് നെവർ മൈൻഡ് ഇറ്റ്. എല്ലാ ദിവസവും വീഡിയോ ഇടുക, എന്തെങ്കിലും സബ്ജക്റ്റ്, മനസ്സിലായില്ല, ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നരാടനെങ്കിലും വീഡിയോസ് ഇടണം, അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഒരു സ്പെസിഫിക് ആയ ഒരു കണ്ടൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു നല്ല മീൻസ് എന്താ പറയുക, ഒരു ഫുഡെങ്കിൽ ഫുഡ്, ട്രാവലെങ്കിൽ ട്രാവൽ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമ്മളെ കൊണ്ട് സംതിങ് ഹെൽപ്ഫുൾ ഫോർ സമ്പൺ, എന്തെങ്കിലും മറ്റുള്ളവർക്കും കൂടി ഉപകാരമാവണോ. നമ്മളെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരമാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിനും അതേപോലെ ആയിരിക്കും. അപ്പോൾ നമ്മളെ ആളുകൾ ഏറ്റെടുക്കും. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ വലിയ ഫോളോവറൊന്നും ആയിട്ടില്ലെങ്കിലും ഞാനൊക്കെ ജസ്റ്റ് ഡും തന്നെ പൊന്തി വന്ന ആളാണ്. ഞാൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു സ്പെസിഫിക് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക, പിന്നെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. വീഡിയോ റീച്ചിങ് ഉണ്ടെന്ന് നെവർ മൈൻഡ്, അത് മൈൻഡേ ചെയ്യരുത്. ഓട്ടോമാറ്റിക്കലി ഒരൊറ്റ വീഡിയോ മതി നിങ്ങളെ ലെവല് മാറ്റാൻ. ഒറ്റ വീഡിയോ, ഒരു വീഡിയോ മില്യൺസ് കയറിയ, അല്ല മീൻസ് മില്യൺസ് റീച്ചിങ് കയറിയ, നല്ല കണ്ടന്റ് ആണോ, നല്ല ഫോളോവറും കയറും, പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. 10K ആവാനേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ നിങ്ങൾ 100K ആണ്, നിങ്ങൾ അറിയില്ല. അത് സത്യമാണ്. കാരണം നോർമലി ഒരു 10K ആവാനുള്ളൊരു ബുദ്ധിമുട്ട് അതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ നിങ്ങളെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അത് വല്ലാത്തൊരു കോഴിക്കോട് എൻ്റെ ഭാഷയിൽ പറയുന്നത് ഒരു പൊലിവ് തന്നെ. അത് പിന്നെ നമുക്കൊരു ഈ അധികാരം മത്ത് പിടിക്കുന്ന ലഹരി എന്ന് പറഞ്ഞ മാതിരിയാണ് ഇതും. രണ്ടാൾക്കാർ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മളെ പുരക്കാരനെ വരും ഒന്ന് നീറ്റ് പൗഡർ എന്നുള്ളത്. പക്ഷേ ഇവർ കാണുമ്പോൾ നീറ്റ് നിന്നിട്ട് നിങ്ങളെ വീഡിയോസ് കാണിച്ചിട്ട് നമുക്ക് പ്രത്യേകം എവിടെ നിന്നും കിട്ടാത്തൊരു റെസ്പെക്റ്റ് കിട്ടുമ്പോണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു പൊലിവാണ്, അതിന് വലിയൊരു പ്രചോദനമാണ്. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങളിൽ നിന്ന് എല്ലാവരും ഉണ്ടാവും. ഇതൊരു ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ടാണ് പുറത്ത്, ഭയങ്കര കോമ്പറ്റീഷനാണ്. കാരണം ബ്ലോഗ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റയും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, ഇത് അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഐറ്റംസിൽ നിങ്ങളും വന്നത് കയറി ഇവിടെ വർക്കൊന്നും നിൽക്കണില്ല. കാരണം ഒരുപാട് സ്റ്റാർട്ടപ്പ് ഇങ്ങനെ വരുന്നുണ്ട്, അതിൽ നമ്മൾ ഗ്രോത്ത് കൂട്ടണമെങ്കിൽ ഇൻഫ്ലുവൻസർമാർ മസ്റ്റാണ്. പിന്നെ ഓപ്ഷൻ ബി ആക്കിയിട്ട് കണ്ടാൽ മതി എപ്പോഴും. മാക്സിമം പഠിച്ചിട്ട് ഇങ്ങനെ ഓപ്ഷൻ എ വേറെ എന്തെങ്കിലും ജോബ് വാങ്ങണം. കാരണം ഇത് ഇന്നല്ലേ നാളെ നിൽക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആണെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ്സായിട്ട് സൈഡിലുണ്ട്. ഇവർക്ക് ഷോപ്പുണ്ട്, ഇവൾക്കൊരു ട്രാവൽ ഏജൻസി ഉണ്ട്, എനിക്കൊരു ഹോട്ടലുണ്ട്, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്. ഇത് ഓപ്ഷൻ ബി ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഓപ്ഷൻ എനേക്കാളിലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ്. കാരണം എനിക്കിപ്പോൾ നോർമലി 4 പേജ് ഉണ്ട്. അത് ഇവൻ പറഞ്ഞ പോലെ, ഒന്ന് ഞാൻ ഫോക്കസ് ചെയ്തത് റിയൽ എസ്റ്റേറ്റ് മാത്രം ഒരു പേജ്, ഒന്ന് യൂസ്ഡ് കാർസിന് വേണ്ടി മാത്രം ഒരു പേജ്, ഒന്ന് നമ്മൾ നോർമലി നെസ്റ്റോ ലുലു അങ്ങനെ ബ്രാൻഡഡ് കൊളാപ്സ് മാത്രം ഓഫേഴ്സ് പറഞ്ഞൊരു പേജ്. അത് 3 ആക്കുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. ഈ ചറപറ ഇടുമ്പോൾ ഇന്ന ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ ആവശ്യക്കാരുണ്ടാവും, ഈ വീട് സ്ഥലം ആവശ്യക്കാർ അതിൽ മാത്രം വന്ന് നോക്കുകയുള്ളൂ. അപ്പോൾ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു വീഡിയോ 2 വീഡിയോ 3 വീഡിയോ ചിലപ്പോൾ കയറിയിട്ട് ഫോളോവേഴ്സ് കിട്ടിക്കൊള്ളുന്നില്ല. 100ാമത്തെ വീഡിയോയിലായിരിക്കും ചിലപ്പോൾ ഫോളോവേഴ്സ് അങ്ങോട്ട് വരിക. ആ വരവ് ഒരു ജീവിതം മാറ്റിമറിക്കുന്ന വരവന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ കൺസിസ്റ്റൻസി, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും. അപ്പോൾ വ്ളോഗിങ് ചെയ്യുന്നവർ പ്രധാനമായിട്ടും കൺസിസ്റ്റൻസി, അതുപോലെ വെറൈറ്റി കണ്ടൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ ഇൻട്രാക്ഷൻ ഏറെക്കുറെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഓഡിയൻസിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? പേടിക്കേണ്ട, അവരൊന്നും ചെയ്യില്ല, ലുക്ക് മാത്രമേ ഉള്ളൂ, പാവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ലാസ്റ്റ് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ? ഓക്കെ, ഇവർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ വേണമെങ്കിൽ, ലൈക്ക് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോൾ വേണമെങ്കിലും
മെസ്സേജ് അയക്കും. ഞാനൊക്കെ എപ്പോഴും റിക്വസ്റ്റ് എപ്പോഴും നോക്കാറുണ്ട്, കാരണം ചിലപ്പോൾ അതിലേക്ക് പ്രമോഷൻ വന്നെടുക്കുക അതുവരെ. പക്ഷേ ഞാൻ എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. നമുക്കൊരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, ICC എന്നാണ് പേര്. ഇവൻ അതിൻ്റെ പ്രസിഡൻ്റാണ്, ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, പുള്ളി അതിലൊരു മെമ്പറാണ്. സോ നമ്മൾ അതെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുറച്ചും കൂടെ ഒരു ഗ്രൂപ്പാക്കി നിർത്തി എല്ലാത്തിലും മുന്നോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരുപാട് വർക്ക് തരാൻ, നമുക്ക് ലീഗൽ സപ്പോർട്ട് തരാനൊക്കെ ഉള്ളൊരു കമ്മ്യൂണിറ്റി കൂടെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമ്മളെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കേട്ടിരുന്ന് ചടച്ചോ? ആൾക്കാർ കുറച്ചില്ലെങ്കിലും പക്ഷെ നമുക്ക് സംസാരിക്കാൻ ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും ഒരുപാട് എഡിഷൻസ് ഉണ്ടാവട്ടെ. പിന്നെ കോളേജ് പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മാക്സിമം അടിച്ചു പൊളിക്കുക. നിങ്ങളെ ഏറ്റവും നല്ലൊരു ലൈഫാണ് പോണത്. അപ്പോൾ ഞാനൊക്കെ പ്രാരാബ്ധത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പം ബാക്കിലേക്ക് ഇവിടെ വരുമ്പോൾ നല്ല എന്താ പറയുക മിസ് ചെയ്യുന്നുണ്ട് കോളേജ് ലൈഫ്. രണ്ട്, പിന്നെ നമ്മളെ പെരക്കാരെ മുന്നിൽ കൈ നീട്ടാതെ ഈ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു മെനക്കെടുള്ള പരിപാടിയൊന്നുമല്ല. ഒരു 2 മണിക്കൂറൊക്കെ ദിവസത്തിൽ മാറ്റി വെക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ പെരക്കാരെ മുന്നിൽ ഒരു വാപ്പേ ലിമ്മേ ഒരു 100 രൂപ തരി, ചിലപ്പോൾ ചോദിക്കാൻ പറ്റാത്ത ആളുകൾ വരെ ഉണ്ടാവും. അപ്പോൾ ആരെ മുന്നിൽ കൈ നീട്ടാതെ നമുക്കൊരു ഷോപ്പിൽ പണിക്ക് പോകണമെങ്കിൽ നോർമലി ഒരു 6 മണിക്കൂറെങ്കിലും ജോലി ചെയ്യേണ്ടി വരും. വേറെ ജോലി ഇവിടെ ഇല്ല. ഈ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരും ചോദിക്കാനോ പറയാനോ ഒന്നും വേണ്ട. നമ്മുടെ സ്വന്തം ബിസിനസ്സുമാരി കണ്ടിട്ട് നമുക്ക് എത്രത്തോളം നമ്മളെ അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് ഏണിങ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് കിട്ടാവുന്ന ഒരു ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ മനസ്സിലാക്കിയത് വ്ളോഗിങ് ആണ്. നിങ്ങൾക്ക് തുടങ്ങാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളെ കമ്മ്യൂണിറ്റി ഞങ്ങളെല്ലാവരും ഉണ്ട്. എത്ര ആളുകൾ വന്നാലും ഇവിടെ ജോലി നിൽക്കില്ല. യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കണ്ടൻറ്റ് ചെയ്താലും അഭിനയിക്കാൻ കഴിവുള്ളവരുണ്ടായിരിക്കും, കോമഡി പറയാൻ കഴിവുള്ളവരായിരിക്കും. യൂട്യൂബിൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഏതൊരാൾ രാവിലെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഫോൺ കാണിച്ചുകൊണ്ടാണ് യൂട്യൂബ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് കാണണമെന്നില്ല, ഫോൺ അവിടെ വെച്ചാലും അതിങ്ങനെ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഏണിങ്സ് കിട്ടിക്കൊണ്ട് കാണും. അപ്പോൾ നിങ്ങൾ തുടങ്ങാൻ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞങ്ങളോട് ആരോട് ചോദിച്ചാലും വേണ്ട ഹെൽപ്പുകൾ ഞങ്ങളെല്ലാവരും ചെയ്തു തരും. പിന്നെ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടെ പുറത്ത് നടക്കുന്നതിൽ വിഷയങ്ങൾ ഇനിയിപ്പോൾ പുറത്ത് അറിയിക്കണമെന്നില്ല. ആസ് എ ഇൻഫ്ലുവൻസർക്ക് ഒരു പ്രത്യേകമുണ്ട്, ആരെന്ത് പറഞ്ഞാലും ആദ്യം കേൾക്കും. നോർമലി ഒരു റോട്ടുമ്പോൾ കൂടി ഒരാൾ നടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മീൻചന്ത ടു ജംഗ്ഷൻ വരെ, ഈ ആർട്സ് കോളേജ് ടു ആ ജംഗ്ഷൻ വരെയുള്ള ആളുകളെ കേൾക്കുള്ളൂ. പക്ഷേ നോർമലി ഇൻഫ്ലുവൻസർ ആച്ചാൽ വേൾഡ് വൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോർമലി ഞങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ ജെന്യൂൻ ആണെങ്കിൽ മാത്രം ഞങ്ങൾ വേണ്ട സപ്പോർട്ടും ഞങ്ങൾ തരുന്നതാണ്. എല്ലാവരോടും ഒറ്റ കാര്യമാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നോല് ഒരിക്കലും ഇതൊരു ബിസിനസ് എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം എന്നുള്ള കൺസെപ്റ്റിൽ ഒരിക്കലും ഇതിലേക്ക് ഇറങ്ങരുത്. ഇതിന് ഇഷ്ടപ്പെട്ട് ഇറങ്ങുക. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടണം. നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും അതിലെ ലക്ഷ്യം എന്തെന്നായാലും നമ്മൾ വെറും പൈസ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്യരുത്. പിന്നെ ഇതൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു പ്രൊഫഷനാക്കാൻ പറ്റിയൊരു പരിപാടിയല്ല. അത് വെച്ച് നമ്മളെന്ത് ചെയ്യണം, നമ്മളേതായ രീതിയിൽ എന്തെങ്കിലും ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോഴത്തെ കാലം എന്ന് പറയുകയാണെങ്കിൽ AI അതേപോലെ എല്ലാവരും അഡ്വാൻസാണ്. അപ്പോൾ അതിലേക്ക് ചെയ്യുക. പിന്നെ ഒരുപാട് വ്ളോഗിങ്ങിനെ ഇഷ്ടപ്പെടുക. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും വിജയിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുമ്പോഴേ അതിന് സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇറങ്ങുക, ഉഷാറാക്കുക, സെറ്റാക്കുക, ലൈഫൊക്കെ സെറ്റാക്കി ഉഷാറാക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ സെഷനിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ.